മണിപ്പൂർ സംഘർഷങ്ങളുടെ തുടക്കം മുതൽ തന്നെ പല മുഖ്യധാര മാധ്യമങ്ങളും പല സംഘടനകളും പ്രചരിപ്പിച്ചത് ഇത് രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ സ്വാഭാവികമായി നടക്കുന്ന ഒരു സംഘർഷമാണ്. പക്ഷെ അതാണോ യഥാർത്ഥത്തിൽ നടന്നത്? ആദ്യ ടൈമിൽ ഈ പറഞ്ഞ ഗോത്രവർഗ്ഗക്കാരോട് വളരെയേറെ അനുഭാവപൂർണ്ണമായി അവരുടെ കാര്യങ്ങൾ വളരെ ശ്രദ്ധ കാണിച്ച ഗവൺമെന്റ് പിന്നീട് അവരോട് സംസാരിക്കാൻ പോലും തയ്യാറാകുന്നില്ല. പക്ഷെ പള്ളികളുടെ ആക്രമിച്ചതിന്റെ കണക്കുകൾ നോക്കുമ്പോൾ ഒരു വിധത്തിലും ടാലി ആവുന്നില്ല. ഭയങ്കരമായ ഒരു അസ്വാഭാവികതയാണ്. അതായത് വീടുകൾ ആക്രമിച്ചതിന്റെ ഏകദേശം അടുത്ത് തന്നെ പള്ളികൾ ആക്രമിക്കപ്പെട്ട് കിടക്കാൻ. ഫസ്റ്റ് ആക്രമണം നടത്തുന്നത് ഈ കുക്കീസ് തന്നെയാണ്. പക്ഷേ അതിനുശേഷം ഈ മെയ്തീസിന്റെ ഇടയിൽ വ്യാപകമായ വ്യാജ പ്രചരണങ്ങൾ അതിനുശേഷം ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി സർക്കുലേറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. മെയ്തി സ്ത്രീകളെ ആക്രമിക്കുന്നു, അത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ. അത് മണിപ്പൂര് പോലും നടന്ന സംഭവങ്ങളല്ല. കൃത്യമായിട്ട് കലാപം അവിടെ ഉണ്ടാകണം എന്നുള്ളതും കുക്കീസിനെ ആക്രമിക്കപ്പെടണം എന്നും കരുതി കൂട്ടിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഈ വാർത്തയുടെ ഈ സോഴ്സ് കണ്ടുപിടിച്ചാൽ തന്നെ ഈ കലാപത്തിന്റെ ഉത്ഭവം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ സംഘടന നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ IS തീവ്രവാദികളൊക്കെ പോലെ വളരെ തീവ്ര സ്വഭാവം, മറ്റ് ഹിന്ദുത്വ സംഘടനകളൊക്കെ വളരെയധികം എക്സ്ട്രീം ലെവലിൽ പ്രവർത്തിക്കുന്ന ഈ എല്ലാ വിഭാഗങ്ങളെയും വിശ്വാസം എടുത്തുകൊണ്ട് എല്ലാവർക്കും വളരെ വിശ്വസനീയമായ തൃപ്തികരമായ നടപടികൾ ഗവൺമെന്റ് എടുക്കാതെ മണിപ്പൂരിലെ സമാധാനം നമുക്ക് ഒരുപാട് വിദൂര സ്വപ്നമാണ്. നമസ്കാരം. ഭാരതത്തിന്റെ കണ്ണീരായി മാറിയിരിക്കുകയാണ് മണിപ്പൂർ. കഴിഞ്ഞ ഒരു മാസമായി നിരവധി അക്രമ സംഭവങ്ങളും തീവെപ്പും കൊലപാതകങ്ങളുമാണ് മണിപ്പൂരിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ഭവനങ്ങൾ തകർക്കപ്പെട്ടു, ഒട്ടനവധി ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു, നിരവധി പേർ, ആയിരങ്ങൾ ഭവനരഹിതരായി. ചിലർ ഇപ്പോൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നു. നമുക്കറിയാവുന്നതുപോലെ മണിപ്പൂരിൽ ഒരു സായുധ വിപ്ലവത്തിന്റെയും വർഷങ്ങളായി സായുധ വിപ്ലവത്തിന്റെയും ഒപ്പം തന്നെ വംശീയ കലാപങ്ങളുടെയും ആഭ്യന്തര സംഘർഷങ്ങളുടെയും ഒരു ചരിത്രം മണിപ്പൂരിനുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ മാസം നടന്ന സംഘർഷങ്ങൾക്ക് പിന്നിൽ, ഈ വർഷങ്ങളായി അവിടെ നടന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആഭ്യന്തര കലാപങ്ങൾക്ക് പിന്നിൽ അല്ലെങ്കിൽ സായുധ വിപ്ലവങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച അതേ കാരണങ്ങൾ തന്നെയാണോ? അതോ ഇത്തരം സംഘർഷങ്ങളിൽ നിന്ന് മുതലെടുത്ത് ജനങ്ങളെ വിഭജിച്ച് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നവരുടെ ഗൂഢ അജണ്ട അവിടെ നടപ്പാവുകയായിരുന്നു. ഇതുവരെ നാം മണിപ്പൂരിൽ നിന്നും കേട്ടത് സത്യമാണോ? യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് എന്താണ്? ഇതാണ് ഷെക്കേന ന്യൂസിന്റെ എന്താണ് വാസ്തവം ഈ പ്രോഗ്രാമിന്റെ ഈ പുതിയ സെഗ്മെന്റ് ചർച്ച ചെയ്യുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ശ്രീ ജോജി, ശ്രീ അരുൺ. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ ജോജി, ശ്രീ അരുൺ, ആദ്യമേ നമുക്ക് ഈ മണിപ്പൂരിന്റെ ഈ സംഘർഷങ്ങളുടെ ഒരു വിശദാംശങ്ങളിലേക്ക്, അതിന്റെ ഒരു യാഥാർത്ഥ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ ഈ മണിപ്പൂരിന്റെ ഒരു ഡെമോഗ്രഫി, അതിന്റെ ഒരു ജോഗ്രഫി, അതിന്റെ ഒരു ഹിസ്റ്ററി, അത് ചെറിയ രീതിയിൽ ഒരു അവലോകനം ചെയ്തിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം, അല്ലെ? ഓക്കെ, തീർച്ചയായിട്ടും. മണിപ്പൂരിനെ കുറിച്ച് ഈ ദിവസങ്ങളെല്ലാം പലരും പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പല മീഡിയകളിലൂടെ മണിപ്പൂരിനെ കുറിച്ചുള്ള ഹിസ്റ്ററിയും പ്രത്യേകിച്ച് മണിപ്പൂരിന്റെ ജിയോഗ്രഫി എല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. എങ്കിൽ പോലും ജസ്റ്റ് നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. നമ്മുടെ കേരളത്തിന്റെ ഏകദേശം ഒരു 10-1 ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമാണ് മണിപ്പൂര്. നോർത്ത് ഈസ്റ്റ്. അതെ, 35 lakhs ആണ് അവിടുത്തെ ജനസംഖ്യ വരുന്നത്. പിന്നെ മണിപ്പൂരിന്റെ ഒരു ഭൂപ്രകൃതി നോക്കുകയാണെങ്കിൽ ഹിൽ ഏരിയ, താഴ്വര, ഇംഫാലാണ്. നമുക്കറിയാം മണിപ്പൂരിന്റെ തലസ്ഥാനം ഇംഫാലാണ്. താഴ്വര പ്രദേശമാണ്. അവിടെയാണ് ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ളത്. അവിടെ താമസിക്കുന്നത് മെയ്തേയ്സ് വിഭാഗക്കാരാണ്. അതുപോലെ തന്നെ ഹിൽ ഏരിയകളിൽ താമസിക്കുന്നത് ഗോത്ര വിഭാഗങ്ങളാണ്. അതിൽ തന്നെ ഏകദേശം 35ഓളം ഗോത്രങ്ങൾ അവിടെ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗോത്രങ്ങൾ നാഗ, കുക്കി. ഇതിൽ നാഗന്മാരാണ് കൂടുതലുള്ളത്. 24% നാഗ, 16% കുക്കീസ്. ഇങ്ങനെയാണ് അവിടുത്തെ ജനസംഖ്യ. ഏകദേശം മെയ്തേയ്സ് ഏകദേശം 53% മെയ്തേയ്സും. അത് നമുക്ക് ഈ 3 ചുരുങ്ങാമെന്ന് തോന്നുന്നു. ഇനി സംസാരിക്കുന്നതിനിടയിൽ ഇപ്പം നമ്മള് മെയ്തേയ്, കുക്കി, ആ 2 ഗോത്രങ്ങൾ തമ്മിലാണ് സംഘർഷം നടക്കുന്നത്. ഈ മെയ്തേയ്സിന്റെ ഒരു ഡിവിഷൻ എങ്ങനെയാണ്? അവരുടെ ഇടയിൽ ഈ മതപരമായിട്ടുള്ള ഒരു ഡിവിഷൻ എങ്ങനെ വരുന്നത്? മെയ്തേയ്സ് ശരിക്കും അവര് സനാമഹി എന്ന് പറഞ്ഞ ഒരു മതവിഭാഗമായിരുന്നു. 1750 ആ കാലഘട്ടങ്ങളിൽ അവര് അവിടുത്തെ രാജാവ് ഹിന്ദുമതത്തിലേക്ക് വരികയും അതിന്റെ ഫലമായിട്ട് മെയ്തേയ്സ് ഭൂരിഭാഗം പേരും ഹിന്ദുമതത്തിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 14% ഇപ്പോൾ സനാമഹി മതത്തിലുള്ളവർ അവശേഷിക്കുന്നത്. അതുപോലെ തന്നെ 1750 ആ കാലഘട്ടത്തിൽ തന്നെ അവിടെ
ബംഗാളിൽ നിന്ന് വന്നിട്ടുള്ള മുസ്ലിംസ് അവർ വിളിക്കുന്നത് പങ്കൽസ് എന്നാണ്. Okay. മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. ഒരു 10% ഉണ്ട്. അവർ ബംഗാൻ പങ്കൻ അങ്ങനെ ആ രീതിയിലാണ് പിന്നീട് ആ പേര് പങ്കൽസ് എന്നുള്ള പേരിലേക്ക് അവർ വരുന്നത്. പിന്നെ അതുകൂടാതെ ഏകദേശം ഒരു 4% ക്രിസ്ത്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൺവേർട്ടഡ് ആയിട്ടുള്ള ക്രിസ്ത്യൻസ് ആണ് അവരെല്ലാവരും. Okay. അപ്പോൾ നമ്മൾ ഒരു നക്ഷലായിട്ട് പറയുകയാണെങ്കിൽ ഈ മണിപ്പൂരിന്റെ ഒരു 10% ലാൻഡിൽ ഭൂരിപക്ഷം വരുന്ന ഒരു ജനങ്ങൾ താമസിക്കുന്നു. ബാക്കി ഹില്ലി ഏരിയ, ബാക്കി ഭൂരിപക്ഷം വരുന്ന ഒരു ലാൻഡ് ഏരിയയിൽ മൈനോറിറ്റി ആയിട്ടുള്ള ഈ ട്രൈബൽസ് താമസിക്കുന്നു. Yes. അതാണ് നിലവിലെ നമുക്ക് ആ ലാൻഡ് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മുടെ ഇടുക്കിയും എറണാകുളം തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത് പോലെയാണ്. ഹിൽ ഏരിയയിൽ ജനസാന്ദ്രത വളരെ കുറവാണ്. അതുപോലെ തന്നെ വാലിയിൽ ജനം തിങ്ങിക്കൂടി താമസിക്കുന്നു. അപ്പൊ എന്റെ ചോദ്യം, മറ്റൊരു കാര്യം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കും. നേരത്തെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഒരു സായുധ വിപ്ലവങ്ങളുടെ, ആഭ്യന്തര കലാപങ്ങളുടെ, ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള വംശീയലഹളകളുടെ ഒരു ചരിത്രം മണിപ്പൂരിനുണ്ട്. പക്ഷേ ഈ അടുത്ത നാളുകളിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ കുക്കി, മെയ്തേയ് ആ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷം നടന്നിട്ടുണ്ടോ? ജോർജ്, നമ്മൾ അതിന്റെ ചരിത്രം പഠിക്കുമ്പോൾ പണ്ട് കാലത്ത് അവിടെ ഒരുപാട് ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു, പല വംശീയ കലാപങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ അടുത്ത കാലത്ത് നമ്മൾ ഈ മെയ്ത്തികളും കുക്കികളും തമ്മിൽ അത്തരത്തിലുള്ള ഒരു കലാപങ്ങൾ നമ്മൾ കാണുന്നില്ല. അവിടെ തമ്മിൽ വളരെ സൗഹൃദപരമായ ഒരു ജീവിതമായിരുന്നു നടന്നത്. ഈ സമതല പ്രദേശങ്ങളിൽ, നേരത്തെ അരുൺ പറഞ്ഞ ഈ 10% വരുന്ന സമതല പ്രദേശങ്ങളിൽ മെയ്തീസും കുക്കീസും ഇടകലർന്ന് ജീവിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഹില്ലി ഏരിയയുടെ ബോർഡർ ഏരിയസിൽ ഈ മെയ്തീസ് താമസിക്കുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് കൃത്യമാണ് ഈ അടുത്ത നാളുകളിലൊന്നും ഇവർ തമ്മിൽ ഒരു വലിയ രീതിയിലുള്ള സംഘർഷങ്ങളൊന്നും അരങ്ങേറിയിട്ടില്ല. അവിടെ ഈ അടുത്ത കാലത്തൊന്നും കുക്കി മെയ്തേയ് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം യാതൊരു വിധത്തിലും ഉണ്ടായിട്ടില്ല. പക്ഷെ അവിടെ സംഘർഷം ഉണ്ടായിരുന്നത് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അത് നാഗ കുക്കി വിഭാഗങ്ങൾ തമ്മിലായിരുന്നു. ആ സംഘർഷം കുറെ നാളുകളോളം നീണ്ടു നിന്നിട്ടുണ്ട്. 90s അത് വളരെ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. പക്ഷെ ഈ അടുത്ത കാലങ്ങളിൽ ആ ഭാഗങ്ങളിലും അവിടെയും സംഘർഷങ്ങൾ, സംഘർഷങ്ങൾ കുറവാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഏകദേശം ഒരു സമാധാനപൂർണ്ണമായ ഒരു അന്തരീക്ഷമാണ് മണിപ്പൂരിലുണ്ടായിരുന്നത്. ഒപ്പം തന്നെ സൂചിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ കാലഘട്ടങ്ങളിലൊക്കെ ഈ രാജ്യത്തിനെതിരെ ഒരു യുദ്ധം അവിടെ നടന്നിരുന്നു. പ്രത്യേകിച്ച് ഈ മെയ്തേയ് വിഭാഗക്കാരുടെ ഇടയിൽ വലിയ രീതിയിലുള്ള തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ വേരുറപ്പിക്കുന്നു. പീപ്പിൾ ലിബറേഷൻ ആർമി, മണിപ്പൂർ പോലുള്ള സംഘടനകൾ, അവർക്ക് സ്വന്തമായ ഒരു രാജ്യം, അല്ലെങ്കിൽ അവരുടെ ഒരു സത്വം സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തമായ ഒരു രാജ്യം, അത്തരത്തിലുള്ള ഒരു ഡിമാൻഡ്സ് ഒക്കെ വന്നിരുന്നു. പക്ഷെ അത് പിന്നീട് പയ്യെ അത് ശാന്തമായി, മണിപ്പൂർ ശാന്തമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയായിരുന്നു ഈ അടുത്ത നാളുകളിൽ വരെ നമുക്ക് കാണാൻ സാധിച്ചത്. അത് സ്വന്തമായ ഒരു രാജ്യം കിട്ടാൻ വേണ്ടിയുള്ള ഈ മെയ്ത്തികളുടെ ഈ ഒരു സമരവും അവരുടെ ഈ ഒരു സംഘർഷവും നമ്മൾ ഈ ഒരു നാടുകളിൽ കണ്ടത് അവരുടെ സംഘർഷം നേരെ മറ്റൊരു ഗോത്രവിഭാഗത്തിനെതിരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി ആ ഒരു സംഘർഷങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലേക്ക് ഒന്ന് പോകാം അല്ലെ. ഈ അടുത്ത നാളുകളിലെ മണിപ്പൂരിൽ എന്താണ് സംഭവിക്കുന്നത് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ മെയ്തീസിന്റെ കാര്യം പറഞ്ഞപ്പോൾ നാഗമാരുടെ കുക്കീസിന്റെ കാര്യങ്ങൾ പറഞ്ഞില്ല. അവര് ഭൂരിഭാഗം ക്രിസ്ത്യൻസ് ആണ്. ക്രിസ്തു മതം അവർ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1900 ആരംഭങ്ങളിലാണ്. ആ സമയത്താണ് ക്രിസ്തുമതം, പ്രത്യേകിച്ച് ആംഗ്ലിക്കൻ അതല്ലെങ്കിൽ ബ്രിട്ടീഷ് കൊളോണിയൽ അധിനിവേശത്തിന്റെ ആ സമയങ്ങളിലാണ് അവിടെ ക്രിസ്തുമതം പ്രചരിക്കുന്നത്. പ്രത്യേകിച്ച് ആദ്യമായി നാഗന്മാരുടെ ഇടയിലാണ് വരുന്നത്. പിന്നീട് കുക്കീസിന്റെ ഇടയിലും ക്രിസ്തുമതം പ്രചരിക്കുന്നു. നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഗോത്ര വിഭാഗത്തിലുള്ള എല്ലാവരും തന്നെ, അല്ലെങ്കിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യൻ ഫെയ്ത്തിലുള്ളവരാണ്. അവിടെ ഒരു പോയിന്റ് നമുക്ക് പറയാനുള്ളത്, അവിടെ ഒരു കൺവേർഷൻ എന്നതിനേക്കാൾ ഉപരി അവർ പ്രാചീനമായി പിന്തുടർന്ന മതങ്ങൾ ഉപേക്ഷിച്ച് ക്രൈസ്തവ മതം സ്വീകരിക്കുന്നു അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഇവരെല്ലാവരും തലക്കൊയ്ത്തുകാരായിരുന്നു എന്നാണ് പറയുന്നത്. ഹെഡ് ഹണ്ടേഴ്സ് എന്നാണ് അവരെ വിളിച്ചിരുന്നത്. കാരണം അവര് അത്രയും ക്രൂരമായൊരു ഒരു പ്രാകൃതമായ ഒരു ജീവിത രീതി അനുവർത്തിച്ച് ജീവിച്ചിരുന്നവരാണ്. അവരുടെ ഇടയിലേക്കാണ് മിഷണറിമാർ കടന്നതെന്ന് അവരെ മനുഷ്യരാക്കി മാറ്റിയത്. അവര് പണ്ട് ഒരു കല്ലുകളും മരങ്ങളും ഒക്കെയാണ് അവരുടെ ആരാധന വസ്തുക്കളായിരുന്നത്. അതുപോലെ മാറി അവര് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരും. ഓക്കെ, നമുക്കിനി മണിപ്പൂരിന്റെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി ഒന്ന് ചർച്ച ചെയ്യാം. 2022 നടന്ന നിയമസഭാ ഇലക്ഷനിൽ BJP വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ അധികാരത്തിൽ എത്തുന്നു. അതിനു മുമ്പ് സഖ്യകക്ഷികളുടെ സഹായത്തോടെ BJP അധികാരം പങ്കിടുന്നു. നമുക്ക് ഈ മണിപ്പൂരിന്റെ ടോട്ടൽ സീറ്റുകൾ 60 ആണ്. അതിൽ 40ഓളം സീറ്റുകളിൽ മെയ്തേയ് വിഭാഗത്തിന് വലിയ രീതിയിലുള്ള ഒരു മുൻതൂക്കമുണ്ട്. 20 സീറ്റ് ഈ ട്രൈബൽ വിഭാഗത്തിന് സമരണം ചെയ്തിരിക്കുന്നത്. അതായത് ഭൂരിപക്ഷം സീറ്റുകളും ഇംഫാൽ വാലിയിലാണ്. വാലിയിലെല്ലാം താമസിക്കുന്ന മെയ്തേയ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഏകദേശം 40 സീറ്റുകളിൽ മെയ്തേയ്സ് തന്നെയായിരിക്കും എല്ലാ തവണയും ഭൂരിപക്ഷത്തിൽ വരിക. അപ്പോൾ ഈ അധികാര ശ്രേണിയിൽ മെയ്തേയ്സിന് വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ശരിക്കും. പിന്നെ അത് മാത്രമല്ല, ഈ മണ്ഡല പുനർനിർണയം, ഇപ്പോൾ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ഈ വാലിയിൽ 40 സീറ്റ്, ഈ ഗോത്രവർഗ്ഗക്കാർക്ക് 20 സീറ്റ്, ഈ മണ്ഡല പുനർനിർണയം BJP വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെയ്തേയ് സ്വാധീനമുള്ള മേഖലകളിൽ സീറ്റുകളുടെ എണ്ണം കൂടുന്നു, ഗോത്രവർഗ്ഗക്കാർക്ക് സീറ്റുകളുടെ എണ്ണം കുറയുന്നു. അപ്പോൾ ഈ ഭരണതലത്തിൽ മെയ്തേയ്സിന് ശക്തമായിട്ടുള്ള ഒരു സ്വാധീനം. ഇപ്പൊ എനിക്കൊന്ന് മുഖ്യമന്ത്രി തന്നെ ബിരൺ സിംഗ് തന്നെ മെയ്തേയ് വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്.
ആദ്യത്തെ ഭരണത്തിൽ BJP ഭരണത്തിൽ അവർ വളരെയധികം വികസന പ്രവർത്തനങ്ങൾ ഹിൽ ഏരിയയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ റോഡുകൾ തൊട്ട് അടിസ്ഥാന വികസന മേഖലകളെല്ലാം വളരെയധികം കോൺട്രിബ്യൂഷൻസ് ആ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹിൽ ഏരിയയിലുള്ള ജനത്തെ മുഴുവൻ കയ്യിലെടുക്കാൻ BJPക്ക് കഴിഞ്ഞു. അത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഏകദേശം വിരലിൽ എണ്ണാവുന്ന കോൺഗ്രസ് എംഎൽഎമാര് മാത്രമാണ് ഇപ്പൊ അവിടെയുള്ളത്. ബാക്കിയെല്ലാം NDA ആണ്. ഈ NDAയിൽ BJP എംഎൽഎമാർ 32, അതുകൂടാതെ കുക്കി, നാഗ ഇവരെല്ലാവരും BJP ലീഡ് ചെയ്യുന്ന NDAയുമായിട്ട് അലയൻസ് ആണ്. ഈ BJP MLA-മാരിൽ ഈ കുക്കി വിഭാഗത്തിൽപ്പെട്ടവരില്ലേ ശരിക്കും? ഉണ്ട്, തീർച്ചയായിട്ടും. BJP MLA-മാർ കുക്കീസ് ഉണ്ട്. അവരുടെ വീടുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഈ BJP MLA-മാര് ഏകദേശം എനിക്ക് 8 പേര് കുക്കി വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ഓക്കെ, ഇപ്പോൾ അരുൺ പറഞ്ഞു ഈ BJPയുടെ ആദ്യ ടേം, BJP ആദ്യഘട്ടത്തിൽ ഭരണത്തിൽ വലിയ ഭൂരിപക്ഷം അവർക്ക് ഉണ്ടായിരുന്നില്ല, സഖ്യകക്ഷികളുടെ സഹായത്തോടെ ഭരിക്കുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ അവർ ഈ ട്രൈബൽ ഏരിയയിൽ, ഹില്ലി ഏരിയയിൽ വലിയ രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നു. അങ്ങനെ അരുൺ പറഞ്ഞതുപോലെ ഈ ഗോത്രവർഗ്ഗക്കാരെ കയ്യിലെടുക്കുവാൻ BJPക്ക് സാധിക്കുന്നു. പക്ഷെ പിന്നീട് ഈ 2022 നടന്ന ഒരു സെക്കൻഡ് ടേം, ആ നടന്ന ഇലക്ഷൻ BJP വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുന്നു. പിന്നീട് എങ്ങനെയാണ് ഈ കുക്കീസ് ഈ സർക്കാരിനെതിരെ തിരിയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ് കുക്കികൾ അപ്പോഴത്തെ ആ ഒരു സർക്കാരിനെതിരെ നമ്മൾ തിരിയാനായിട്ട് കാണുന്നത്. അവിടെ ഒന്ന് പ്രധാനപ്പെട്ട പറയുന്നത് ഈ വനാന്തര പ്രദേശങ്ങളിൽ അവിടെയൊക്കെ 10, 50, 60 വർഷങ്ങളായിട്ട് കുക്കികൾ താമസിക്കുന്ന ആ ഗ്രാമങ്ങളിൽ അതവർ പുതുതായിട്ട് ഈ കയ്യേറിയാണെന്നുള്ള ആ രീതിയിലുള്ള ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അതൊക്കെ റീസർവേ നടത്തുന്നു. അതുപോലെ അവരെ അവിടുന്ന് കുടിയിറക്കുന്നു. അതുപോലെ ഒത്തിരി ഈ അനധികൃതമായി കുടിയേറ്റക്കാരുണ്ടെന്ന് അങ്ങനെ ഒരു അവകാശവാദം പറയുന്നു. അങ്ങനെ വളരെ രീതിയിലുള്ള അവരുടെ ഒരു ജീവിതത്തെ ഒരു വളരെ ശല്യപ്പെടുത്തുന്ന അസ്വസ്ഥമായ രീതിയിലുള്ള ഒരു തീരുമാനങ്ങൾ. മറ്റൊരു പ്രധാന പോയിന്റ് പറഞ്ഞു വെച്ചാൽ അവർ പോപ്പി, അതുപോലെ ഈ OPM, അതുപോലെ കഞ്ചാവ് തുടങ്ങിയ കൃഷിക്കാരാണെന്നും അതുപോലെ അവരാണ് ഈ ലഹരി കടത്തിൻ്റെ മെയിൻ ആൾക്കാരാണെന്നുള്ള ഒരു ഭയങ്കര ശക്തമായ ആരോപണം. അതുപോലെ അവർ രാജ്യദ്രോഹികളാണ്, രാജ്യത്തെ സ്നേഹിക്കുന്നില്ല, അവർ തീവ്രവാദികളാണ്, ഇങ്ങനെ പല രീതിയിലാണ്. മറ്റേറ്റവും പ്രധാനമായിട്ട് നമുക്കിപ്പോൾ നടക്കുന്നത് വെച്ചാൽ ഈ പട്ടിക വർഗത്തിലേക്കുള്ള ആ ഒരു ഈ മീത്തികളുടെ ഒരു പ്രവേശനം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു അംഗീകാരം കൊടുത്തത് പട്ടിക പോകാനുള്ള, അത് ഇവരുടെ തങ്ങളുടെ സുസ്ഥിതിയെയും തങ്ങളുടെ ജീവിതത്തെയും വല്ലാതെ ബാധിക്കുമെന്ന് അവർക്ക് ചിന്തയുണ്ടായി. ഈ 3 കാരണങ്ങളാണ് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്നത്. നമുക്ക് ഈ 3 കാരണങ്ങൾ പെട്ടെന്ന് ഒന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഈ സംരക്ഷിത വന മേഖലകൾ അല്ലെങ്കിൽ ചില ഏരിയസിനെ സംരക്ഷിത വന മേഖലകളാക്കുന്നു. അതിൽ ഭൂരിഭാഗവും ഈ പല ഗ്രാമങ്ങളും അനധികൃത ഗ്രാമങ്ങളാണെന്ന് സർക്കാർ പറയുന്നു. അവരെ കുടിയിറക്കുന്നു. എനിക്കൊന്ന് ഫെബ്രുവരി മാസത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രാമം അത്തരത്തിൽ ഒരു കുടിയിറക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ തന്നെ നമ്മൾ ഈ ഏപ്രിൽ 11-ാം തീയതി 3 ക്രൈസ്തവ ദേവാലയങ്ങളൊക്കെ തകർക്കപ്പെടുന്ന വലിയൊരു വീഡിയോ കേരളത്തിൽ വലിയ രീതിയിൽ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ വ്യാപകമായി അത് പ്രചരിച്ചിരുന്നു. റവന്യൂ ഭൂമിയിലാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നടത്തുമ്പോൾ ഈ കുക്കികളെ ഒരു ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു സർക്കാരിന്റെ ഒരു പ്രവർത്തനമായിരുന്നില്ല ഇതൊക്കെ? അതുകൊണ്ടായിരിക്കില്ലേ കുക്കികളുടെ ഭാഗത്ത് നിന്ന് ഈ സർക്കാരിനെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതികരണം, ഒരു പ്രതിഷേധം ഉയർന്നു വരാനുള്ള കാരണം? ഇപ്പോൾ ജോജി പറഞ്ഞത് അവിടുത്തെ കുക്കീസിന്റെ വേർഷൻസ് ആണ്. പക്ഷെ നമ്മൾ ഗവൺമെന്റിന്റെ വേർഷൻസും കൂടി നമ്മളിവിടെ പരിഗണിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു വൺ സൈഡ് ആയിട്ട് പോകും. അതായത് ബിരേൻ സിംഗ് ഇവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചു തുടങ്ങുന്നത് ഫെബ്രുവരി മാസത്തിലാണ്. അപ്പോൾ അതിന് പ്രധാന കാരണങ്ങളുണ്ട്. അവർ ഗവൺമെന്റ് പറയുന്ന കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ കുക്കീസ് എല്ലാം മ്യാൻമാർ, അതായത് പഴയ ബർമ്മയുടെ ആണ് അതിർത്തി പങ്കിടുന്നു. നാഗന്മാർ അതിർത്തി പങ്കിടുന്നത് നാഗാലാൻഡിന്റെ ഏരിയയാണ്. അപ്പോൾ ഈ കുക്കി ഏരിയകളിലേക്ക് മ്യാൻമാറിൽ നിന്ന് ഒരുപാട് ഇമിഗ്രൻസ്, അതായത് കടന്നുകയറ്റങ്ങളുണ്ട്. അവര് ഇവരുടെ തന്നെ അതേ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതായത് അവിടെ ചിന്ന എന്നറിയപ്പെടുന്ന ഈ കുക്കി ഗോത്രം, കുക്കി എന്ന വിളിപ്പേര് ഇട്ടത് ബ്രിട്ടീഷുകാരാണ് ഇവരെ. അപ്പോൾ ഇവര് അവിടെ നിന്ന് പ്രത്യേകിച്ച് അവിടുത്തെ മ്യാൻമാറിലത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യവും എല്ലാം ഏകദേശം ഒരു 1970 മുതൽ അവിടെ നിന്ന് കുടിയേറ്റമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് കൂടിയിട്ടുണ്ട്. അപ്പൊ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്ന പോലെ പ്രത്യേകിച്ച് മയക്കുമരുന്നുമായിട്ട് ഗോൾഡൻ ട്രയാങ്കിളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരുന്ന ആ ഒരു വിഷയം അതിവിടെ വീണ്ടും ഹൈലൈറ്റ് ആവുകയാണ്. കാരണം ഈ കുടിയേറി വന്നവരിൽ ചിലർ ഇവിടെ മയക്കുമരുന്ന് വിപണനവും അതുപോലെ തന്നെ ഈ പോപ്പി കൃഷിയും എല്ലാം അവിടെ വളർത്തിയിരുന്നു. അതിന് അതിനുള്ള കുക്കീസിലെ ചിലരെയൊക്കെ അവർ അതിനു വേണ്ടിയിട്ട് കരുവാക്കുന്നു. ഇതാണ് ഗവൺമെന്റ് ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. പക്ഷേ ഗവൺമെന്റ് അത് ഉന്നയിച്ചപ്പോൾ ചെയ്ത കുക്കീസിനോട് ചെയ്തൊരു ദ്രോഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ കുക്കി ജനതയുടെ മൊത്തം അവരുടെ മേലേക്ക് മൊത്തത്തിലേ ഇട്ടിട്ടു. നമ്മൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. കുക്കി ഗോത്രത്തെ ഒന്നടങ്കം അവരങ്ങോട്ട് ആക്ഷേപിക്കുകയാണ് ചെയ്തത്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കുക്കി ഗോത്രത്തിൽപ്പെട്ട ഏതാനും പേരെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് മറ്റുള്ളവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും
കുക്കി ഗോത്രത്തിൽപ്പെട്ട ഒരു ഭൂരിഭാഗം പേരും ഇതിനെതിരാണ്. അത് അവിടെ വളരെ സർക്കാർ അവിടുത്തെ MLA അടക്കം നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യം. അവര് അങ്ങനെയുള്ള അതാ ഒരു വധശിക്ഷ അടക്കമുള്ള നടപടി സ്വീകരിക്കുക എന്നാ പറയണേ. കാരണം അത് അവർക്കും കൂടി നാണക്കേടാണ്, അവരുടെയും കൂടി സ്വത്വത്തെ, അവരുടെ ഒരു ഇന്റഗ്രിറ്റീനെ, ഐഡന്റിറ്റിനെ എല്ലാം ബാധിക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ചർച്ചയുള്ള ഏരിയകളിലൊന്നും ഇതുപോലെയുള്ള യാതൊരു activities പോപ്പി കൃഷിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതായത് ചർച്ചിന് ബന്ധപ്പെടാൻ പറ്റാത്ത ചില ഏരിയകളുണ്ട്, അവിടെയാണ് ഈ രീതിയിലുള്ള പോപ്പി കൃഷി നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട്, അത് നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ സാധിക്കില്ല. ഇതാണ് ഒരു കാരണം. പക്ഷെ നമ്മൾ അതിന്റെ പേരിൽ തന്നെ നമ്മൾ ഈ കുക്കി ഗോത്രത്തെ ഒന്നടങ്കം ആക്ഷേപിക്കുന്നത് ശരിയായില്ല. അതാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പറ്റിയ ഒരു mistake എന്ന് കുക്കീസ് ആരോപിക്കുന്നു. അപ്പോൾ അവർ ചിന്തിച്ചു ഈ ഗവൺമെന്റ് ഞങ്ങൾക്ക് എതിരാണെന്നുള്ള ചിന്ത വന്നത്. ആ ഒരു ചിന്ത മനസ്സിൽ കിടക്കുന്നുണ്ട്. Okay. പിന്നെ വാലിയിലുള്ളവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ്, അതായത് മലനിരകളിലെ ഹിൽ ഏരിയയിലെ ജനസംഖ്യ ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നു. പ്രത്യേകിച്ച് മ്യാൻമാറിൽ നിന്നുള്ള കടന്നുകയറ്റം, അനധികൃത കുടിയേറ്റം, അതുപോലെ തന്നെ ഇവർ വനമേഖലകൾ കൈയടക്കി അവിടെ അവരുടെ സ്വന്തമായിട്ട് ഗ്രാമങ്ങൾ നിർമ്മിക്കുന്നു. ഇങ്ങനെയുള്ള ആരോപണങ്ങളാണ് അവർ രണ്ടാമതായിട്ട് നേരിട്ടുകൊണ്ടിരുന്നത്. ഈ വനമേഖലകളിലെ ഗ്രാമങ്ങൾ, അതിനെപ്പറ്റി ഏകദേശം 38ഓളം ഗ്രാമങ്ങളാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ പ്രകാരം അനധികൃതമാണെന്ന് ഗവൺമെന്റ് പറയുന്നത്. പക്ഷേ അത്തരം ഗ്രാമങ്ങൾ നേരത്തെ ജോജി പറഞ്ഞതിൽ 50-60 വർഷമായിട്ട് അവിടെ താമസിക്കുന്നവരാണ്. അപ്പോൾ ഗവൺമെന്റ് പറയുന്ന മറ്റൊരു വെർഷൻ, ആ കാലഘട്ടത്തിൽ ഇതിന് അംഗീകാരം കൊടുത്ത ഉദ്യോഗസ്ഥന്റെ അറിവില്ലായ്മ എന്നൊക്കെ പറഞ്ഞ് ഗവൺമെന്റ് കൈകാര്യം നോക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ കുക്കികളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള ഗവൺമെന്റിനോടുള്ള ഒരു ആശങ്ക, അല്ലെങ്കിൽ ഒരു പ്രതിഷേധം നുരഞ്ഞു പൊങ്ങുന്നുണ്ട്. ഒന്ന്, തങ്ങളെ ഈ ഒപ്പിയം കൃഷിക്കാരായി മുദ്രകുത്തുന്നു, ആ സമുദായത്തെ അല്ലെങ്കിൽ ആ ഗോത്രവർഗത്തെ ഒന്നടങ്കം ഒപ്പിയം കൃഷിക്കാരായി മുദ്രകുത്തുന്നു. ഒപ്പം തന്നെ ഈ കുടിയിറക്ക്, വലിയ രീതിയിലുള്ള കുടിയിറക്ക്, ഈ അനധികൃത കുടിയേറ്റം എന്നൊക്കെ പറഞ്ഞ് വനമേഖല സംരക്ഷിക്കാൻ എന്ന പേരിട്ട് ഇവരെ കുടിയിറക്കുന്നു. അത് ഈ കുക്കീസ് താമസിക്കുന്ന ഏരിയസിനെ മാത്രമാണ് അഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഇവരുടെ മനസ്സിൽ ഓൾറെഡി കിടക്കുന്നുണ്ട്, ഗവൺമെന്റിനെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ട്. അതിനിടയിലേക്കാണ് എരുതിയിൽ എണ്ണ ഒഴിച്ച പോലെ ഈ ഹൈക്കോടതിയുടെ ആ ഒരു നിർദ്ദേശം കൂടി വരുന്നത്. അത് ഏത് സാഹചര്യത്തിലായിരുന്നു അങ്ങനെ? അത് ഏകദേശം ഒരു 10 വർഷമായിട്ടുള്ള മേത്തേഴ്സിന്റെ ഒരു ആവശ്യമാണ്, അവരെ ഷെഡ്യൂൾഡ് ട്രൈബിലേക്ക് അവരെയും കൂടി കൺവെർട്ട് ചെയ്യണം എന്നുള്ള കാര്യം. അതായത് നമുക്കറിയാം, ഇംഫാൽ താഴ്വരയിൽ ഒരു 10% അവർ ഒതുങ്ങി നിൽക്കുകയാണ്. അവർക്ക് ഹിൽ ഏരിയയിൽ സ്ഥലം വാങ്ങാനായിട്ട് അവിടുത്തെ നിയമപ്രകാരം സാധിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ അവർക്ക് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അവർക്ക് ഹിൽ ഏരിയയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, പകരം ഹിൽ ഏരിയയിലുള്ളവരും മൈഗ്രൻസും അവരുടെ വാലിയിൽ വന്ന് താമസിക്കുന്നു. അങ്ങനെ അവരുടെ സ്വത്വത്തെ അത് ഒരുപാട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതുപോലെ തന്നെ ജോലി മേഖലകളിൽ അല്ലെങ്കിൽ സർക്കാർ മേഖലകളിലെല്ലാം സംവരണം, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അവർക്കും കൂടിയും ഒരു പ്രാതിനിധ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്ക് ST പദവിക്ക് വേണ്ടിയിട്ട് അവർ ആവശ്യപ്പെട്ടത്. ഈ മെയ്തേ വിഭാഗത്തിലെ എല്ലാവരും ഈ ST പദവി ലഭിക്കുന്നതിനോട് അനുകൂലമായ പക്ഷെ ഭൂരിപക്ഷവും അതിനോട് അനുകൂലമാണ്. അങ്ങനെ ഇരിക്കുകയാണ് അവിടുത്തെ ഹൈക്കോടതിന്റെ ഒരു ജഡ്ജിയുടെ ഒരു വിധി വരുന്നത്. പ്രത്യേകിച്ച് ഇവരുടെ കാര്യം സർക്കാർ പരിഗണിക്കണം, എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യത്തോടു കൂടിയിട്ടാണ് ഇത് വന്നത്. 2023 ഏപ്രിൽ 19-ന്. ഏപ്രിൽ 19-നാണ് ആ വിധി വന്നത്, ആ നിർദ്ദേശം വന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു 2023 മാർച്ച് മാസം മുതൽ തന്നെ അവിടെ ഒരു സംഘർഷാവസ്ഥ രൂപപ്പെടുന്നുണ്ട്. അത് പ്രത്യേകിച്ച് സംരക്ഷിത വനം, വന്യജീവി സങ്കേതം, ഇങ്ങനെയുള്ള പല പേരുകൾ പറഞ്ഞ് വനമേഖലയിൽ നിന്ന് കുക്കീസിനെ ഒഴിപ്പിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ്. ഇപ്പൊ കുക്കീസിലെ ഏതാനും ഗ്രാമങ്ങളിലാണ് അത് സംഭവിച്ചത്. പക്ഷെ കുക്കീസിന്റെ ഇടയിൽ അങ്ങനെ ഒരു റൂമർ പറഞ്ഞു, ഇത് തങ്ങളെ മുഴുവൻ വനമേഖലകളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാനുള്ള പണിയാണെന്നുള്ള ആരോപണം അവരുന്നയിക്കുകയാണ് ചെയ്തത്. ഈ മാർച്ച് 10-ാം തീയതിയും ഒരു സംഘർഷം നടക്കുന്നുണ്ട്. പിന്നെ മാർച്ച് 11-ന് ഈ ഗവൺമെന്റ് ഈ കുക്കി ചില സംഘടനകളുമായി നടത്തിയ ഈ വെടിനിർത്തൽ കരാറിൽ നിന്ന് അവർ പിൻവാങ്ങുന്നുണ്ട്. അതിനുശേഷം ഈ ഏപ്രിൽ 19-ന് ഇത്തരത്തിലുള്ള ഒരു കോടതി വിധി വരുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നു ഏപ്രിൽ 28-ാം തീയതി ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നുണ്ട് അല്ലെ? മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാനിരുന്ന ഒരു ജിമ്മൊക്കെ ഈ കുക്കീസ്, അത് ഈ എല്ലാ കലാപത്തിന്റെ ഒരു സെന്റർ പോയിന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചുരാചന്ദ്പൂരാണ്, കുക്കീസാണ് കൂടുതൽ അവിടെ താമസിക്കുന്നത്. ഒരു ബോർഡർ ഏരിയ അല്ലെ? ഈ പ്ലെയിനും അല്ലാതെ ഇംഫാൽ കഴിഞ്ഞ് വിഷ്ണുപൂർ കഴിഞ്ഞ് വരുന്ന സ്ഥലമാണ് ചുരാചന്ദ്പൂര്. അത് ഹിലേരിയാണ്. പക്ഷെ അവിടെ ഇടകലർന്ന് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷെ അവിടുത്തെ ഭൂരിപക്ഷവും കുക്കീസാണ്. അവിടെ ഒരു സ്പോർട്സ് കോംപ്ലക്സും അതോടനുബന്ധിച്ചുള്ള ഒരു ജിംനേഷ്യം സെന്ററും ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിനൊക്കെ ആയിട്ടാണ് ബിരൻ സിംഗ് വരുന്നതിന്റെ തലേ ദിവസം അവിടുത്തെ ആ സദ്ഭവന മണ്ഡപവും ഈ ജിംനേഷ്യം എല്ലാം തീയിടുകയാണ്. കുക്കീസാണ് അത് തീയിടുന്നതെന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഘട്ടങ്ങളിലൊക്കെ, അതായത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലൊക്കെ ഈ കുക്കീസ് ഗവൺമെന്റുമായിട്ടുള്ളൊരു ഡയലോഗിന് കറക്റ്റായിട്ട് ശ്രമിക്കുന്നുണ്ട്. തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെന്റ് മുൻകൈ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് പല അവരുടെ സംഘടനകൾ വഴി ഗവൺമെന്റ് ഒരു ചർച്ചകൾക്കും ഒരു ഡയലോഗിനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുഭാവപൂർണ്ണമായ ഒരു സമീപനം വരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഏപ്രിൽ 28-നാണ് ഇൻഡിജിനിയസ് ട്രൈബൽ ഫോറം എന്ന് പറഞ്ഞൊരു സംഘടന ഒരു ബന്ദിനൊക്കെ ആഹ്വാനം ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം, ആദ്യ
ടൈമിൽ ഈ പറഞ്ഞ ഗോത്രവർഗ്ഗക്കാരോട് വളരെയേറെ അനുഭാവവും അനുഭാവപൂർണ്ണമായ അവരുടെ കാര്യങ്ങൾ വളരെ ശ്രദ്ധ കാണിച്ച ഗവൺമെന്റ് പിന്നീട് അവരോട് സംസാരിക്കാൻ പോലും തയ്യാറാകുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയും അവർ കടന്നുപോയി. അവര് വലിയ രീതിയിലുള്ള അവരെ ഒരു എന്താ പറയുക ഒരു ശത്രുപക്ഷത്ത് നിർത്തുന്നുള്ള നിർത്തുക, അല്ലെങ്കിൽ ഒരു ആരോപിതർ നിലയിൽ നിർത്തുക, കുറ്റാരോപിതർ നിർത്തുക, ആ ഒരു അവസ്ഥയിലേക്ക് വന്നു. പക്ഷെ ഇവിടെയൊന്നും മേറ്റേഴ്സ് വരുന്നില്ല. ഇവിടെയൊന്നും മേറ്റേഴ്സ് കുക്കി എന്ന രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് അത് വരുന്നില്ല. പിന്നീട് നമുക്കറിയാം ഏവരെയും ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ടാണ് ഈ മെയ് 3 മുതൽ അവിടെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം നടക്കുന്നത്. ഒരു സോളിഡാരിറ്റി മാർച്ചൊക്കെ നടക്കുന്നു. അതിന്റെ ഒരു സാഹചര്യം എന്തായിരുന്നു? അത് പിന്നീട് വലിയ ഈ സംസ്ഥാനം ഒട്ടാകെ വ്യാപിക്കുന്ന ഒരു കലാപങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് ആ ഒരു മാർച്ചും കാര്യങ്ങളൊക്കെ? മാർച്ചിന്റെ പശ്ചാത്തലം ഹൈക്കോടതിന്റെ നിർദ്ദേശം തന്നെയാണ്. അതിനെ എതിരായിട്ടാണ് ഇവർ മാർച്ച് സംഘടിപ്പിക്കുന്നത്. സോളിഡാരിറ്റി മാർച്ച് ഏകദേശം 60,000-ഓളം പേര് പങ്കെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. ഹിൽ ഏരിയയിലുള്ള ജില്ലകളിലാണ് സോളിഡാരിറ്റി മാർച്ച് സംഘടിപ്പിക്കപ്പെട്ടത്. പ്രത്യേകിച്ച് അത് ചുരാചന്ദ്പൂരിലാണ് അത് സംഘർഷത്തിലേക്ക് നീങ്ങിയത്. അതിന് പ്രത്യേകിച്ച് ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി ഈ ദിവസങ്ങളെല്ലാം കർഫ്യൂ ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഓൾറെഡി ഉണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ വേദി അടക്കം കത്തിച്ച ഒരു സിറ്റുവേഷൻ അവിടെ നിൽക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ ഈ റാലി നടക്കുന്നത്. അപ്പൊ ഈ റാലി മുന്നോട്ട് പോകുമ്പോൾ റാലി സമാധാന റാലി ആയിരുന്നു. എനിക്ക് തോന്നുന്നു അവരുടെ ഭാഗത്തുള്ള ചർച്ചകളുടെ ഭാഗത്ത് നടക്കം ഈ റാലിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവരൊരു സമാധാന റാലിയാണ് അവര് സംഘടിപ്പിച്ചത്. നമ്മൾ ശ്രദ്ധിക്കണം, അത് കാരണമാണ് ചർച്ച് അതോറിറ്റീസ് ആണ് ഇത്തരമുള്ള ഈ കലാപങ്ങൾക്കെല്ലാം ഒരു നേതൃത്വം കൊടുക്കുന്ന വലിയൊരു ആരോപണം ഉണ്ടാവുകയും സംഘടനകൾ ആരോപണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് വ്യാജമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെ ഈ റാലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഈ ചുരാചന്ദ്പൂരിൽ തന്നെ കുക്കീസിന്റെ ഒരു മെമ്മോറിയൽ ഉണ്ട്. അതായത് ആംഗ്ലോ കുക്കി വാർ സെന്റിനറി ഗേറ്റ്. ഈ ഗേറ്റ് അവരെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു സ്മാരകം കൂടിയാണ്. ചരിത്രപരമായിട്ട് അവര് അവരുടെ യുദ്ധസ്മാരകമാണ്. ആ യുദ്ധസ്മാരകത്തിന്റെ ഒരു ഭാഗം ഒരു സൈഡില് ടയർ കൂട്ടിയിട്ടിട്ട് ഒരു കൂട്ടര് വന്ന് അവിടെ തീ കത്തിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ കത്തിച്ചത് ആരാണെന്ന് പിന്നീട് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല. എങ്കിൽ പോലും ഇത് താഴ്വരയിൽ നിന്ന് വന്ന മേറ്റേഴ്സ് ആണ് ഇത് ചെയ്തത് എന്നാണ് കുക്കീസ് ആരോപിക്കുന്നത്. അവരുടെ അത്തരത്തിലൊരു പ്രചരണം നടന്നു. അതെ. ഈ സമാധാന റാലി കഴിഞ്ഞ ഉടൻ തന്നെ അതിന്റെ തിരിച്ചടി ഉണ്ടായെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതായത് കുക്കീസ് തന്നെയാണ് അവിടെയുള്ള മേറ്റേഴ്സിനെ ആക്രമിക്കുന്നത്. മേറ്റേഴ്സിന്റെ സ്ഥാപനങ്ങളിലേക്ക് തീയിടുന്ന ഒരു സിറ്റുവേഷൻ അന്ന് വൈകിട്ടത്തേക്ക് ഉണ്ടായി. അപ്പം ഇവിടെ ജോർജ് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ സോളിഡാരിറ്റി മാർച്ചിന് ശേഷം അവിടെ ഒരു ചെറിയ രീതിയിലുള്ള കലാപം ഉണ്ടായെങ്കിൽ പോലും ശരിക്കും മെയ്റ്റീസിനെ കുക്കീസ് വല്ലാതെ ആക്രമിച്ചിരുന്നു. അല്ലെങ്കിൽ അവിടെ താഴ്വരയിൽ പ്രചരിപ്പിക്കപ്പെട്ട രീതിയിലുള്ള വളരെ ക്രൂരമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിലുള്ള ആ രീതിയിലുള്ള ഒരു ആക്രമണം അവിടെ സംഭവിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ആ ഒരു സോളിഡാരിറ്റി മാർച്ചിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഈ കുക്കീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം സംഭവിച്ചിട്ടുണ്ട്. അത് നമുക്ക് നിഷേധിക്കാം. ഫസ്റ്റ് ഒരു ആക്രമണം നടത്തുന്നത് ഈ കുക്കീസ് തന്നെയാണ്. പക്ഷേ അതിനുശേഷം ഈ മെയ്റ്റീസിന്റെ ഇടയിൽ വ്യാപകമായ വ്യാജ പ്രചരണങ്ങൾ അതിനുശേഷം ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി സർക്കുലേറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. മെയ്തി സ്ത്രീകളെ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ അവർക്കെതിരെ അതിക്രമങ്ങൾ നടക്കുന്നു. അത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അത് മണിപ്പൂര് പോലും നടന്ന സംഭവങ്ങളല്ല. ഈ പിക്ചറുകളായിട്ട് അല്ലെങ്കിൽ ചിത്രങ്ങളായിട്ട് അവരുടെ ഇടയിൽ പ്രചരിച്ചത്. അത് വലിയ രീതിയിലുള്ള ഒരു സ്പാർക്ക്, ഈ കലാപത്തിനുള്ള വലിയ രീതിയിലുള്ള ഒരു സ്പാർക്കായി ഈ മേത്തീസിന്റെ ഇടയിൽ രൂപമാറ്റം വഹിക്കുകയായിരുന്നു ചെയ്തത്. അതായത് ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ട്രൈബൽ യൂണിയൻ ഓഫ് മണിപ്പൂരാണ് ഈ മാർച്ച് സംഘടിപ്പിച്ചത്. അത് കുക്കീസ് മാത്രം ഉള്ള ഒരു സംഘടനയല്ല, എല്ലാ ട്രൈബൽ വിഭാഗങ്ങളും കൂടി ഒന്നിച്ചുള്ള, പ്രത്യേകിച്ച് നാഗന്മാരും എല്ലാവരും ഉള്ള ഒരു സംഘടനയാണ്. പക്ഷെ ഈ ട്രൈബൽ മാർച്ചിൽ സംഭവിച്ച സംഘർഷം അത് പിന്നീട് അത് കുക്കി മെയ്തൈ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് മാറാണ്. ഇന്ന് ഈ നിമിഷം വരേക്കും നാഗ കമ്മ്യൂണിറ്റി ഒരിക്കലും ഈ കലാപത്തിൽ പങ്കെടുത്തിട്ടില്ല. ഈ സന്ദർഭത്തിലാണ് നമുക്ക് പലപ്പോഴും പല മീഡിയകളും ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ചില സത്യങ്ങൾ അല്ലെങ്കിൽ ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പറയേണ്ടി വരുന്നത്. കാരണം ഇവിടെ രണ്ട് രീതിയിലാണ് ആക്രമണങ്ങൾ നടന്നിട്ടുള്ളത്. ഒന്ന്, നേരത്തെ ജോർജ് സൂചിപ്പിച്ചതുപോലെ വലിയൊരു കള്ളപ്രചരണം അതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. അത് ഇംഫാൽ താഴ്വരയിലുള്ള മേറ്റേഴ്സിനെ ഒരുപാട് ഹർട്ട് ചെയ്യുകയും അവരെ പ്രൊവോക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ. രണ്ട്, വേറെ ചില സംഘടനകളുണ്ടായിരുന്നു മേറ്റേഴ്സ് വിഭാഗത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ ഏതാനും 5 വർഷങ്ങൾക്കുള്ളിൽ രൂപം കൊണ്ടിട്ടുള്ള ഒരു സംഘടനകളാണ്, തീവ്ര സ്വഭാവമുള്ള സംഘടനകളാണ്. അവർക്ക് ഇതിന്റെ പിന്നിൽ വലിയൊരു റോൾ ഉണ്ടായിരുന്നു. അതാണ് പലപ്പോഴും നമ്മൾ ഈ ചർച്ചുകൾ 247 ചർച്ച് മേറ്റേഴ്സ് വിഭാഗത്തിന്റെ ഉള്ളിൽ തന്നെ തകർക്കപ്പെട്ടു. ഏകദേശം 300ഓളം ചർച്ചുകൾ, 300-ലേറെ ചർച്ചുകൾ തകർക്കപ്പെട്ടു. അതിൻ്റെയൊക്കെ പിന്നാമ്പുറത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ഒളിച്ചു വെച്ചിട്ടുള്ള ചില സത്യങ്ങൾ അല്ലെങ്കിൽ ചില യാഥാർത്ഥ്യങ്ങൾ, അതാണ് ശരിക്കും പുറത്തേക്ക് വരേണ്ടത്.
വളരെ കറക്റ്റാണ്. നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഇതുവരെ നാം ചർച്ച ചെയ്തത് ഈ മണിപ്പൂർ സംഘർഷങ്ങളുടെ ഒരു പശ്ചാത്തലം. അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ഈ സംഘർഷങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഹൈക്കോടതി ഒരു ഉത്തരവ് മാത്രമല്ല. അതിന് പിന്നിൽ ഈ കുക്കി ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ സർക്കാരിനെതിരെ നാളുകളായി, പ്രത്യേകിച്ച് BJPയുടെ ഒരു സെക്കൻഡ് ടൈമിന് ശേഷം നാളുകളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആശങ്ക, ഒരു പ്രതിഷേധം. ഒപ്പം തന്നെ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ മണിപ്പൂർ സംഘർഷങ്ങളുടെ തുടക്കം മുതൽ തന്നെ പല മുഖ്യധാര മാധ്യമങ്ങളും പല സംഘടനകളും പ്രചരിപ്പിച്ചത് ഇത് രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ സ്വാഭാവികമായി നടക്കുന്ന ഒരു സംഘർഷമാണ്. കാരണം മണിപ്പൂരിന്റെ ഒരു ചരിത്രം തന്നെ ഒരു സംഘർഷങ്ങളുടെ ഒരു പശ്ചാത്തലമുള്ള ഒരു ചരിത്രമാണ്. ഗോത്ര വിഭാഗക്കാർ തമ്മിൽ, പ്രത്യേകിച്ച് സായുധ വിപ്ലവം, ആഭ്യന്തര കലഹം, അതിന്റെ ഒരു തുടർക്കഥയായി നടക്കുന്ന ഒരു സംഘർഷം. പക്ഷെ അതാണോ യഥാർത്ഥത്തിൽ നടന്നത്? ഈ രണ്ട് ഗോത്ര വിഭാഗക്കാർ തമ്മിൽ നടന്നു അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഈ സംഘർഷങ്ങൾ പിന്നീട് എങ്ങനെയാണ് ഈ ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്ന നിലയിലേക്ക് ഒരു പരിണാമം സംഭവിച്ചത്? പ്രത്യേകിച്ച് ഈ അടുത്ത നാളുകളിൽ ഈ മെയ്തേയ് വിഭാഗത്തിന്റെ ഇടയിൽ ഒരു വർഗീയ ധ്രുവീകരണം, ഒരു വർഗീയമായ ചിന്തകൾ ഒരു ശക്തി പ്രാപിക്കുന്ന ചില കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. മെയ്തേയ് വിഭാഗക്കാര് മുൻപും പല രീതിയിലും സംഘർഷങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. കാരണം അവരെ മുൻപ് സനാമഹി മതത്തിലേക്കുള്ള തിരിച്ചുപോക്ക്, അതിനു വേണ്ടിയിട്ട് അവിടെ ചില തീവ്ര സംഘടനകൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. 1990-കളിലൊക്കെ ഈ പീപ്പിൾ ലിബറേഷൻ, അതെ, അവര് പല അക്രമങ്ങളും അവിടെ നടത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ രാജ്യത്തിനെതിരായെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ തന്നെ ഈ മുസ്ലിം സമുദായത്തിനെതിരെയും അവര് ഒരു തരത്തിലുള്ള സംഘർഷം 93 ഒരു ചെറിയ സംഘർഷം ഉണ്ടാവുക. ഏകദേശം 100-ലേറെ മെയ്തേയിലത്തെ തന്നെ പങ്കൽസ്, അതായത് മുസ്ലിംസ് കൊലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. പിന്നീട് നമ്മൾ മെയ്തേയ്സിനെ നോക്കുകയാണെങ്കിൽ അവിടെ ഈ കഴിഞ്ഞൊരു 5 വർഷത്തോളമായിട്ട്, ഏകദേശം ഒരു 5 വർഷം വേണമെങ്കിൽ പറയാം, നമുക്ക് BJP ഗവൺമെന്റ് ഭരണത്തിൽ അല്ലെങ്കിൽ BJP മണിപ്പൂരിലേക്ക് എൻട്രി ചെയ്യുന്ന ആ സമയത്ത് അവിടെ അരംബൈ തെങ്കോൾ എന്നുള്ള പേരിലും അതുപോലെ തന്നെ മെയ്തേയ് ലിപുൺ എന്നുള്ള പേരിലുമായിട്ട് രണ്ട് അതിതീവ്ര സ്വഭാവമുള്ള ചില രണ്ട് സംഘടനകൾ അവർ രൂപം കൊള്ളുകയാണ്. ഈ അരംബൈ തെങ്കോളിന്റെ പിന്നണിയിൽ നിൽക്കുന്നത് പ്രത്യേകിച്ച് BJPയുടെ തന്നെ രാജ്യസഭാംഗമായ, പ്രത്യേകിച്ച് അവിടുത്തെ രാജാവിന്റെ പിന്തുടർച്ചാവകാശിയും എന്നും കൂടി പറയാവുന്ന വ്യക്തിയാണ് സനജോബ എന്ന് പറഞ്ഞ MP ആണ്. അദ്ദേഹം രാജ്യസഭ MP ആണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പേരും പലരും അരംബൈ തെങ്കോളുമായിട്ട് കണക്ട് ചെയ്തിട്ട് പരാമർശിക്കുന്നുണ്ട്. നമുക്ക് അത്രത്തോളം അതിന്റെ വാസ്തവം ഉണ്ടോന്ന് അറിയില്ല. പക്ഷെ ഉറപ്പായിട്ടും ഈ സംഘടന നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ IS തീവ്രവാദികളൊക്കെ പോലെ വളരെ തീവ്ര സ്വഭാവം, മറ്റ് ഹിന്ദുത്വ സംഘടനകളൊക്കെ വളരെയധികം എക്സ്ട്രീം ലെവലിൽ പ്രവർത്തിക്കുന്ന, അതുപോലെ ആയുധങ്ങളും എല്ലാമായിട്ട് അവരൊരു ബ്ലാക്ക് ക്ലോത്താണ് അവരുടെ ടീഷർട്ടൊക്കെയാണ് അവർ ധരിക്കുന്നത്. അപ്പോൾ ഇവർ ഏകദേശം ഒരു 2000-4000 ഇടയിലെ അംഗങ്ങളാണ് ഈ അരംബൈ തെങ്കോളിലുള്ളത്. അപ്പോൾ ഈ സംഘടന ശരിക്കും ശ്രമിച്ചുകൊണ്ടിരുന്നത് ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദു സത്വത്തിലേക്ക്, മെയ്തേയ്സിന്റെ അവർക്ക് പിൽക്കാലത്ത് വന്ന ഹിന്ദു സത്വത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളൊരു പ്രവർത്തന ശൈലിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവർ പലപ്പോഴും ഒരു വിദ്വേഷം നിറയുന്ന, ജനത്തിന്റെ ഉള്ളിൽ മറ്റു വിഭാഗങ്ങളോട് ഒരു വെറുപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ, വാക്കുകൾ എല്ലാം അവര് ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ഈ ഒരു 5 വർഷം അവരുടെ ഒരു പ്രവർത്തനത്തിന്റെ ഒരു 5 വർഷക്കാലത്ത് മെയ്തേയ്സിന്റെ ഇടയിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങളായിട്ടും, മെയ്തേയ്സിന്റെ നമ്മൾ കണക്ക് പ്രകാരം ഏകദേശം 20 ലക്ഷത്തിൽ താഴെയാണ് മെയ്തേയ്സ് ഇംഫാൽ താഴ്വരയിലുള്ളത്. ഏകദേശം ഒരു ലക്ഷത്തോളമാണ് ക്രിസ്ത്യൻ ജനസംഖ്യ മെയ്തേയ്സിന്റെ ഇടയിലുള്ളത്. അവർ കൺവെർട്ടറാണ്. പക്ഷെ ആ ജനസംഖ്യ വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു സൂചന അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ക്രിസ്ത്യൻസിനെ മുൻപേ തന്നെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മണിപ്പൂരിൽ ഭരണമാറ്റത്തിന് ശേഷം അവിടുത്തെ ഗവൺമെന്റ് അല്ലെങ്കിൽ ആ ഒരു സംവിധാനങ്ങൾ അതെല്ലാം വളരെ അനുകൂലമായപ്പോൾ തീവ്ര സ്വഭാവമുള്ള ചില സംഘടനകൾ അവിടെ പിടിമുറിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? കാരണം ഈ ക്രൈസ്തവ വിശ്വാസം അവരുടെ യഥാർത്ഥ സത്വത്തിന് എതിരാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഐഡന്റിറ്റിക്ക് എതിരാണ് എന്നൊരു ചിന്ത, അത്തരത്തിലുള്ള ഒരു വർഗീയ ധ്രുവീകരണം, വർഗീയമായിട്ടുള്ള ചിന്തകൾ ഇവരുടെ ഇടയിൽ ശക്തി പ്രാപിക്കുന്നു. അതിനെ ആളിക്കത്തിക്കാൻ നേരത്തെ സൂചിപ്പിച്ച ഈ തീവ്ര സംഘടനകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് മറ്റൊരു ദൃഷ്ടാന്തമാണ് ഈ നാളുകളിൽ, ഈ സംഘർഷത്തിന്റെ തൊട്ട് പിന്നിലുള്ള ദിവസങ്ങളിലൊക്കെ ഒരു രാമാനന്ദ എന്ന് പറഞ്ഞ ഒരു സ്വാമിയൊക്കെ വലിയ രീതിയിലുള്ള വർഗീയ സംഘർഷം, വർഗീയ പ്രസംഗം നടത്തുകയുണ്ട്. അത് വലിയ രീതിയിൽ ഒരു വിവാദമായിരുന്നു. പിന്നീട് അദ്ദേഹം മാപ്പ് പറഞ്ഞുവെങ്കിലും പക്ഷെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയതിനു ശേഷമാണ് അതുണ്ടായത്. അദ്ദേഹത്തിന്റെ ആ പ്രസംഗം, അതെ, അദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ഒരുപാട് മെയ്തേയ്സ് യുവാക്കൾ വന്ന് പ്രതിജ്ഞയെടുക്കുകയാണ്. അവർ ആ മെയ്തേയ് സ്വത്വം തിരിച്ചു കൊണ്ടുവരും, മറ്റു ഉള്ള എല്ലാം അതിന്റെ ഉള്ളിൽ നിന്ന് തുടച്ചു നീക്കും എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രതിജ്ഞ അവരെടുക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ആ ജനത്തിന്റെ ഉള്ളിൽ, മെയ്തേയ്സ് ജനവിഭാഗത്തിന്റെ ഇടയിൽ അവർക്ക് ഈ പറഞ്ഞ മുൻപ് നമ്മൾ സൂചിപ്പിച്ച പോലെ ഗോത്രമോ എത്നിക് വിഭാഗങ്ങളായിട്ടുള്ള ആ ഒരു
കൺസെപ്റ്റിൽ നിന്ന് മാറി അവരുടെ ഉള്ളിൽ ഒരു മതപരമായിട്ടുള്ള മതപരമായ എലമെന്റ്സ് അവരുടെ ഉള്ളിലേക്ക് കുത്തിവെക്കുന്നതിൽ ഈ സംഘടനകൾ വിജയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എനിക്ക് തോന്നുന്നു ആ ഒരു ഘട്ടത്തിൽ ഇത്തരം തീവ്ര സംഘടനകൾ ഒരു അവസരത്തിന് വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു അല്ലെ. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, ഈ ക്രൈസ്തവ മതവിശ്വാസം തങ്ങളുടെ സത്വത്തിന് എതിരാണ് എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ തങ്ങളുടെ ഒരു അജണ്ട നടപ്പാക്കുവാനുള്ള ഒരു ആപ്റ്റ് ടൈം, ഒരു റൈറ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഈ ഹൈക്കോർട്ട് ഓർഡറും ഒപ്പം തന്നെ കുക്കീസിന്റെ ഇടയിൽ സർക്കാരിനെതിരെ വരുന്ന ഇത്തരത്തിലുള്ള പ്രതിഷേധവും ആശങ്കകളും വരുന്നു. എല്ലാം കൂടെയും കണക്റ്റഡ് ആയിട്ട് അറ്റ് എ പോയിന്റ് ഓഫ് ടൈമിൽ വന്നു നിൽക്കുന്നു. അത് അവർ മാക്സിമം പ്രയോജനപ്പെടുത്തുന്ന അവര് വെൽ എക്യുപ്ഡ് ആയിരുന്നു. അതുപോലെ തന്നെ അവര് എപ്പോ ഒരു ചെറിയൊരു സ്പാർക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കി നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ പ്രോബ്ലംസ് എല്ലാം ഉണ്ടാകുന്നത്. ഇത് ഒരു പക്ഷേ അതിനുവേണ്ടിയുള്ള ഒരു വളം വെക്കുന്നതായിരുന്നു പലപ്പോഴും അവിടുത്തെ മുഖ്യമന്ത്രിയുടെ ചില ഇടപെടലുകളും പ്രസ്താവനകളെല്ലാം. അത് കറക്റ്റാണ്. കാരണം ഈ മെയ് 17-ാം തീയതി ഈ മണിപ്പൂർ സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സംഘർഷങ്ങളുടെ ഒക്കെ പിന്നിലെ പ്രധാന കാരണം ഈ അനധികൃത കുടിയേറ്റത്തിനെതിരെ സർക്കാർ സ്വീകരിച്ച നടപടി, ഈ മയക്കുമരുന്നിനെതിരെ സർക്കാർ സ്വീകരിച്ച നടപടി, അത് ഒരു തരത്തിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിലുള്ള ഒരു സത്യവാങ്മൂലമായിരുന്നു കൊടുത്തത്. ഒപ്പം തന്നെ സുപ്രീം കോടതി തന്നെ ഹൈക്കോടതിയുടെ ചെവിക്ക് പിടിക്കുന്നുണ്ട്. ഈ എന്തുകൊണ്ടാണ് ഈ ഒരു അവസരത്തിൽ അത്തരത്തിലൊരു പരാമർശം നടത്തിയതെന്ന് പറഞ്ഞ് സുപ്രീം കോടതി തന്നെ ഹൈക്കോടതിയെ ശകാരിക്കുന്ന ഹൈക്കോടതി ചെയ്യേണ്ട കാര്യമല്ലായിരുന്നു ആ ജഡ്ജി ചെയ്തതെന്നാണ് സുപ്രീം കോടതി അടക്കം പറയുന്നത്. ഈ ഹൈക്കോർട്ട് ഓർഡറാണ് ഏറ്റവും ഒടുവിൽ വന്നു നിൽക്കുന്നത് നമ്മുടെ ഈ സംഘർഷങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ. പക്ഷെ ഈ ഒരു ചെറിയൊരു സംഭവം നമ്മൾ ഈ കുക്കികളുടെ ഇടയിൽ നോക്കുകയാണെങ്കിൽ അവരുടെ ഇടയിൽ അത്രമാത്രം ഒരു ആശങ്ക ഉണ്ടായിരുന്നു എന്ന് നമുക്ക് സംശയമാണ്. ഈ മെയ്തീസ് അവരുടെ ഇടയിൽ വരുന്നു, ആശങ്കയുണ്ട്, ആശങ്കയില്ല എന്നല്ല. പക്ഷെ ഇത്തരത്തിലുള്ള ഈ കൂട്ടക്കൊലകൾ, തീവെപ്പ്, അതിക്രമങ്ങൾ നടത്താൻ മാത്രം ഒരു ആശങ്ക കുക്കീസിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ മെയ്തീസിനും അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശത്രുത ഉണ്ടായിരുന്നു. ഈ ഇത്തരത്തിൽ വലിയ രീതിയിൽ വ്യാപകമായി ഈ കലാപം സ്പ്രെഡ് ആവാനുള്ള ഒരു മറ്റെന്തെങ്കിലും കാരണം ഉണ്ടോ? മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കുക്കീസിന്റെ അതിർത്തി ശരിക്കും ഗവൺമെന്റ് ആയിട്ടായിരുന്നു, അല്ലാതെ അവർക്ക് മെയ്തീസിനോട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗോത്രവുമായിട്ടൊന്നും അവർക്ക് യാതൊരു പ്രശ്നം ഉണ്ടായില്ല. അതുപോലെ മെയ്തീസിനും മറ്റെന്തെങ്കിലും ഒരു എടുത്തു പറയത്തക്ക രീതിയിലുള്ള മറ്റു യാതൊരു കാരണങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു ലഹളയ്ക്ക് ചെറിയ ചെറിയ അസ്വസ്ഥതകളുണ്ടായിരുന്നു. പക്ഷെ ഈ കൂട്ടക്കൊല, തീവെപ്പ്, ദേവാലയം തകർക്കുക, നിരവധി പേരെ ഭവനരഹിതരാക്കുക, അത്തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് പോകാൻ മാത്രമുള്ള കാരണങ്ങൾ ഇതിലുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? ഈ കാര്യം സൂചിപ്പിക്കുമ്പോഴാണ് വീണ്ടും നമുക്ക് ആരംഭ തെങ്കൾ പോലെയുള്ള ആ തീവ്ര സംഘടനകളുടെ ഉള്ളിലേക്ക് നമുക്ക് വീണ്ടും കടന്നു പോകേണ്ടി വരുന്നത്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ചുരാചന്ദ്പൂരിൽ സംഘർഷം ഉണ്ടാകുന്നു, ഇവരുടെ സ്മാരകം തകർക്കുന്നു, ഡാമേജ് ഉണ്ടാക്കുന്നു. അതേ തുടർന്ന് കുക്കീസ് ആക്രമണങ്ങൾ ആരംഭിക്കുന്നു, തീവെപ്പ് തുടങ്ങുന്നു. ഇപ്പൊ വീണ്ടും ഈ തീവെപ്പ് നടക്കുമ്പോൾ ഇവിടെയാണ് നമുക്ക് ഇനിയുള്ള ചില കുൽസിത ശ്രമങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. ഇവിടെ ചുരാചന്ദ്പൂരിൽ തീവെപ്പ് തുടങ്ങി, പക്ഷെ അതൊരു കൊലപാതകങ്ങളിലേക്കോ അങ്ങനത്തെ ഇതുകളിലേക്കൊന്നും കടന്നിട്ടില്ല. പക്ഷെ ആ സമയത്ത് ആളപായത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതേ സമയത്ത് ഇവിടെ ഇംഫാൽ താഴ്വരയില്, അതായത് മേതേസ് താമസിക്കുന്ന ഇംഫാൽ താഴ്വരയിലേക്ക് ഫേക്ക് ന്യൂസുകൾ കൃത്യമായ സമയത്ത് കൃത്യമായ ഇടവേളകളിൽ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു. അതിന് പിന്നിൽ ഒരു വലിയൊരു നെറ്റ്വർക്ക്, വലിയൊരു ബുദ്ധി കേന്ദ്രം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏത് രീതിയിലുള്ള ഫേക്ക് ന്യൂസുകളാണ് അവരവിടെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നത്? അവിടെ മെയിനായിട്ട് ആദ്യം വന്നൊരു വാർത്ത, ചുരാചന്ദ്പൂരിലെ മെഡിക്കൽ കോളേജ് ഉണ്ട്, മെഡിക്കൽ കോളേജിലെ മെയ്തേയ് നേഴ്സ്, ആ മെയ്തേയ് നേഴ്സിനെ കുക്കീസ് ബലാത്സംഗം ചെയ്തു കൊന്നു എന്നുള്ളൊരു വാർത്തയാണ്. ആ വാർത്തയ്ക്ക് അടിസ്ഥാനമായിട്ട് ഇട്ടിരുന്നത് ഉത്തർപ്രദേശിലെ മധുരയിലെ ഒരു 2022 ഒരു പെൺകുട്ടിയെ അവരുടെ പേരൻസ്, അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, ചില കാരണങ്ങൾ കൊണ്ട് കൊന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ്. ആ ചിത്രം വെച്ച് ഈ ചുരാചന്ദ്പൂരിലെ മെഡിക്കൽ കോളേജിലെ നേഴ്സ്, മെയ്തേയ് നേഴ്സ് കൊല്ലപ്പെട്ടിരിക്കുന്നു, മെയ്തേയ്സിനെതിരെ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുക്കീസ് എന്നുള്ള രീതിയിലുള്ള ഒരു വ്യാജ വാർത്ത അവിടെ ഡെവലപ്പ് ചെയ്യാണ്. ഇത് ശരിക്കും മെയ്തേയ്സിൽപ്പെട്ട പെൺകുട്ടികളെ ഈ കുക്കീസ് ആക്രമിച്ചിരുന്നോ? ഇല്ല, അവിടുത്തെ DGP തന്നെ അപ്പൊ തന്നെ അതിന് ക്ലാരിറ്റി കൊടുക്കുന്നുണ്ട്. അന്നത്തെ അവിടുത്തെ DGP കുക്കിയാണ് ആയിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ മാറ്റി ഡോങ്കൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറഞ്ഞു യാതൊരു സംഭവം അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ ഫാദർ ഈ പെൺകുട്ടിയായിട്ട് ബന്ധപ്പെടുകയും ഇത് മകൾ സുരക്ഷിതയാണ് എന്നുള്ളത് അവിടുത്തെ ലോക്കൽ ചാനലുകളിൽ അത് വരികയും ചെയ്തു. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്കറിയാലോ, അവിടെ കുക്കീസ് ഗ്രാമങ്ങൾ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇംഫാൽ താഴ്വരയിൽ കിട്ടുന്നത് ഈ വാർത്തയാണ്. ഇതോടൊപ്പം തന്നെ വരിയായിട്ട് പിന്നീട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാ കുക്കീസ് മുഴുവൻ മെയ്തേയ്സിന്റെ സ്ത്രീകളെ മുഴുവൻ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റേപ്പ് ചെയ്ത് കൊന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും മറ്റൊരു ഫേക്ക് ന്യൂസ് വരികയാണ്, 37ഓളം മെയ്തേയ് സ്ത്രീകളെ
കുക്കീസ് ബലാത്സംഗം ചെയ്ത് അതിലൊരു 7 വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട്. അവരുടെ ബോഡി റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ട അവരുടെ ബോഡി ഷിജ ഹോസ്പിറ്റലിൽ, ഇംഫാൽ താഴ്വരയിലുള്ളതാണ്, ഷിജ ഹോസ്പിറ്റലിൽ വന്ന് കിടക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയും ഇതോടൊപ്പം തന്നെ ഈ ഒരു ഫേക്ക് ന്യൂസും. അപ്പൊ ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മേത്തീസ് സമൂഹത്തിൽ പ്രത്യേകിച്ച് അവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും അടക്കം ഇളകുകയാണ്. കൃത്യമായിട്ട് കലാപം അവിടെ ഉണ്ടാകണം എന്നുള്ളതും കുക്കീസിനെ ആക്രമിക്കപ്പെടണം എന്നും കരുതി കൂട്ടിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഈ വാർത്തയുടെ ഈ സോഴ്സ് കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് ഈ കലാപത്തിന്റെ ഉത്ഭവം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ജോർജ്, ശരിക്കും നമുക്ക് പറയാൻ സാധിക്കും ഈ കലാപത്തിന്റെ പുറകിൽ ഒരു വലിയ ഗൂഢ അജണ്ടയുണ്ട്. സംഘടിതമായിട്ടുള്ള ആക്രമണങ്ങളാണ് അവിടെ നടന്നത്. അതിനുശേഷം അതിൽ തന്നെ വളരെ വ്യക്തമാണ് കൃത്യമായിട്ടുള്ള ഒരു സോഴ്സ്, ഒരു പർട്ടിക്കുലർ സോഴ്സ്, ആ സോഴ്സ് നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സംഘടന അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ, ഈ കലാപത്തിലൂടെ നേട്ടം കൊയ്യാൻ, ഈ കലാപത്തിലൂടെ തങ്ങളുടെ ലക്ഷ്യം സാധിച്ചെടുക്കാൻ വെമ്പുന്ന ഏതോ ഒരു ശക്തി കൃത്യമായി തന്നെ അവിടെ ഷിജ ഹോസ്പിറ്റലിന്റെ MD പിന്നെ അവിടെ അറിയിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടത്തിനുള്ള സൗകര്യം പോലും ഇല്ല, ഇവിടെ ഇങ്ങനെ ഒരു വാർത്ത, ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. പക്ഷെ ഇതൊന്നും ആ സമയത്ത് ഇപ്പോഴേക്കും അവിടെ ഇന്റർനെറ്റ് സംവിധാനങ്ങളിലൊക്കെ പിന്നെ നിയന്ത്രണങ്ങൾ വരികയാണ്. പക്ഷെ ഇതുപോലെ ഒരുപാട് ഫേക്ക് ന്യൂസുകളാണ് ഈ മേത്തേഴ്സിനെ പ്രൊവോക്ക് ചെയ്തത്. ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഫേക്ക് ന്യൂസ് അവരിതിലൂടെ ഉദ്ദേശിച്ചത് ഈ മെയ്തീസിനെ കുക്കീസിനെതിരെ തിരിക്കാനാണോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ചില അജണ്ടകൾ നടപ്പാക്കാനാണോ ഈ ഫേക്ക് ന്യൂസ്? അതൊരു ഒരു കലാപത്തിന് തിരികൊളുത്തുക, അതായിരുന്നില്ലേ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം? അതെ. കുക്കീസ് ക്രിസ്ത്യൻസ് ആണ്. അപ്പൊ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ തല വർക്ക് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേത്തേഴ്സ് ജനം ഇളകുകയാണ്. അതോടൊപ്പം തന്നെ ഈ ആരംഭ തങ്കേഴ്സ് ടീമും അവരും ഇവരുടെ കൂടെ ചേരുകയാണ്. എന്നിട്ട് സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള ഏകദേശം 500ഓളം പേര് വരുന്ന ജനം വന്ന് കുക്കീസിന്റെ ഭവനങ്ങളിൽ ചെല്ലുന്നു. അവിടുത്തെ പെൺകുട്ടികളെ എടുക്കുന്നു. സ്ത്രീകൾ തന്നെ ആ പെൺകുട്ടികളെ പുരുഷന്മാർക്ക് ഇട്ടുകൊടുക്കുന്നു. അവിടെ അവര് റേപ്പ് ചെയ്യപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. ഇതുപോലത്തെ ഒരു ഇൻസിഡന്റ് അല്ല, ഒരുപാട് ഇൻസിഡന്റുകൾ പിന്നീട് അവിടെ നടക്കുന്നുണ്ട്. ശരിക്കും ഇംഫാൽ താഴ്വര ഒരു കലാപത്തിന്റെയും കൊലപാതകത്തിന്റെയും മ്ലേച്ഛ പ്രവൃത്തികളുടെയും ഒരു വലിയൊരു സങ്കേതമായി മാറുകയുണ്ടായത്. അതെ, മേറ്റേഴ്സ് സ്ത്രീകളും പുരുഷന്മാരും പറയുന്നത് ഇതാണ്: നിങ്ങൾ ഞങ്ങളുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊന്നു, അപ്പൊ അതിന് ഞങ്ങൾ പ്രതികാരം ചെയ്യും. കാരണം നിങ്ങളാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു ഘട്ടത്തിൽ കുക്കീസിന്റെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അവരുടെ ഭാഗത്തു നിന്ന് ഈ അക്രമ സംഭവങ്ങൾ നടക്കും. അതായത് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഇംഫാൽ താഴ്വരയിലെ സംഭവങ്ങളാണ്. ഇംഫാൽ താഴ്വരയിൽ കുക്കീസ് ആയിട്ട് വരുന്നത് അവിടെ ഗവൺമെന്റ് ജോലിയായിട്ട് ബന്ധപ്പെട്ട്, ഏതെങ്കിലും ജോലിയായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ള വളരെ കുറച്ച് കുക്കീസാണ് ഇംഫാൽ താഴ്വരയിൽ. അത് ഭൂരിഭാഗം മേറ്റേഴ്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള കുക്കീസ്, അതുപോലെ തന്നെ ഈ കുക്കീസിന്റെ ഭവനങ്ങളിൽ മുൻപ് അവിടെ നടന്നുള്ള ഒരു സർവേ പ്രകാരം അവിടെ മാർക്കുണ്ട്. അതായത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ, മേറ്റേഴ്സിനെ തിരിച്ചറിയാം ഇത് കുക്കീസിന്റെ ഭവനാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ സമീപ ഗ്രാമങ്ങളിൽ നിന്ന് വന്ന് കുക്കി വീടുകൾ മുഴുവൻ അവര് തീയിടുകയാണ് ചെയ്തത്. തീയിട്ടു. ഇതുപോലെ തന്നെ പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെയൊക്കെ ഇതുപോലെ ക്രൂരമായിട്ട് ആക്രമിച്ചു. അതൊക്കെ സംഭവിക്കുന്നു. ഇതേ സമയത്ത് തന്നെ ചുരാചന്ദ്പൂര് അതല്ലെങ്കിൽ കുക്കി ഭൂരിപക്ഷ മേഖലകളിലെ മേറ്റേഴ്സും ഒരുപാട് പേര് ആക്രമിക്കപ്പെടുകയാണ്. അവരുടെ ഭവനങ്ങൾ കത്തിക്കുന്നുണ്ട്. അവിടെയും ഇതിന് സമാനമായുള്ള ആക്രമണം നടക്കുന്നുണ്ട്. ഈ മേത്തീസിന്റെ ഇടയിലും കുക്കീസിന്റെ ഇടയിലുള്ള ക്രൈസ്തവ ദേവാലയങ്ങൾ മാത്രം തെരഞ്ഞുപിടിച്ച് ആക്രമിക്കപ്പെടും അല്ലെ? ഇതൊരു രണ്ടാമത്തെ ഒരു ഭാഗം പറയാൻ. ഇപ്പൊ ആദ്യം പറഞ്ഞ നമുക്ക് എങ്ങനെ കുക്കീസിനെ ഇംഫാൽ താഴ്വരയിൽ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു ഹിസ്റ്ററിയാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരു കാര്യം കൂടിയുണ്ട്. ഈ കുക്കീസ് ഈ സർക്കാർ മേഖലയിൽ, പ്രത്യേകിച്ച് നേരത്തെ DGP കുക്കി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ നിരവധി പ്രമുഖരായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഈ കുക്കി വംശജർ ഉണ്ടായിരുന്നല്ലോ. അവരുടെയൊക്കെ സിറ്റുവേഷൻ, അവരൊക്കെ ഈ ആക്രമണത്തിന് ഇരയായോ? എന്തായിരുന്നു അവരുടെ ഒരു? അവിടെയുള്ള MLA-മാർക്ക് പോലും, കുക്കി MLA-മാർക്ക് പോലും അവിടെ നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. എല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ അവിടുത്തെ ഒരു മന്ത്രിയുടെ വീട് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു MLA ആക്രമിക്കപ്പെട്ട് അദ്ദേഹം എയിംസില് പിന്നെ ചികിത്സയുടെ ഗുരുതരാവസ്ഥയിൽ എയിംസിൽ കൊണ്ടുവരേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ഡ്രൈവർ കൊല്ലപ്പെട്ടു. ഇങ്ങനെ ഒരുപാട് ആ ഏരിയയിലും ഇംഫാൽ താഴ്വരയിലെ കുക്കീസിന് യാതൊരു വിധത്തിലും നിൽക്കാൻ പറ്റില്ല. അതായത് ഗവൺമെന്റിന്റെ കീ പോസ്റ്റിലുണ്ടായിരുന്ന ഈ കുക്കി ഗോത്രത്തിൽപ്പെട്ടവരെയൊക്കെ സ്ഥലം മാറ്റി അങ്ങനെയൊക്കെ വാർത്ത കേൾക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഒരു വാസ്തവം. സ്ഥലം മാറ്റേണ്ടി വന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെയുള്ള എല്ലാ കുക്കീസും, എല്ലാ ഗവൺമെന്റ് ഓഫീഷ്യൽസ് അടക്കമുള്ള എല്ലാ കുക്കീസിനും ആ ഇംഫാൽ താഴ്വര വിട്ടു പോരേണ്ടി വന്നു. അല്ല, ജോർജ് പറഞ്ഞു വെച്ചുകൊണ്ട് അവിടുത്തെ DGP ഒരു കുക്കി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അതെ, അദ്ദേഹത്തിന്റെ വീടും ആക്രമിക്കപ്പെട്ടതാണ്. പക്ഷെ അദ്ദേഹത്തെ ഈ കലാപം തുടങ്ങി തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിനെ സൈഡ് ലൈൻ ചെയ്യുകയും പിന്നെ ADGP അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ അഡ്വൈസറായിട്ട്, സെക്യൂരിറ്റി അഡ്വൈസറായിട്ട് കുൽദീപ് സിംഗ്, ഇവരാണ് പിന്നീട് അവിടുത്തെ ക്രമസമാധാനത്തിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അമിത്ഷാ വന്നതിന് ശേഷം അദ്ദേഹത്തിന് ആ പോസ്റ്റിൽ നിന്ന്, DGP പോസ്റ്റിൽ നിന്ന് തന്നെ മാറ്റി
പകരം മറ്റൊരു ത്രിപുര കേഡറിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ DGP ആയിട്ട് അവിടെ അപ്പോൾ നിയമിച്ചു. ജോലി നമ്മൾ വീണ്ടും വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ കുക്കികളെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചു, അവരുടെ വീടുകൾ ആക്രമിച്ചു, അവരെ കൊന്നു. ഒപ്പം തന്നെ ഈ മെയ്റ്റീസിന്റെ ഇടയിലുള്ള പള്ളികൾ, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലെ? അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. മെയ്റ്റീസിന്റെയും കുക്കീസിന്റെ ഇടയിലുള്ള ക്രൈസ്തവ ദേവാലയങ്ങൾ മാത്രം ആക്രമിക്കപ്പെട്ടു. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ കലാപം തുടങ്ങിയ ആ സമയത്ത് തന്നെ നമ്മള് എല്ലാവരും ഞെട്ടിച്ചിരുന്ന ഒരു കാര്യമാണ്. അതായത് വീടുകൾ ആക്രമിക്കപ്പെടുന്നുണ്ട്, തീ വയ്ക്കുന്നുണ്ട്, പക്ഷെ ആ ഒരു അനുപാതത്തിലല്ല പള്ളികൾ തകർക്കപ്പെടുന്നത്. ഇപ്പൊ നമുക്ക് ഒരു 2000 വീട് ആക്രമിക്കപ്പെട്ടപ്പോൾ കൂട്ടത്തിൽ ഒരു ചർച്ച് പള്ളി തകർക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസനീയമാണ്. കാരണം അത് ആ രീതിയിൽ സംഭവിച്ചു പോകാൻ സാധ്യതകളാണ്. ഇതുപോലെ തന്നെ ചുരാചന്ദ്പൂരിലെ 200 വർഷത്തോളം പഴക്കമുള്ള ശിവക്ഷേത്രം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ ക്ഷേത്രങ്ങളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പള്ളികളുടെ ആക്രമിച്ചതിന്റെ കണക്കുകൾ നോക്കുമ്പോൾ ഒരു വിധത്തിലും ടാലി ആവുന്നില്ല. ഭയങ്കരമായ ഒരു അസ്വാഭാവികതയാണ്. അതായത് വീടുകൾ ആക്രമിച്ചതിന്റെ ഏകദേശം അടുത്ത് തന്നെ പള്ളികൾ ആക്രമിക്കപ്പെട്ട് കിടക്കുകയാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന നമ്മുടെ കലമാൽ വിഷയങ്ങളിലോ എല്ലാം ഒരുപാട് ഗവേഷണങ്ങളും കാര്യങ്ങളും നടത്തിയിട്ടുള്ള ആൻഡോ അക്കര എന്ന് പറഞ്ഞ ജേർണലിസ്റ്റ്, അദ്ദേഹം ഈ ദിവസങ്ങളിൽ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഏകദേശം 247 കൃത്യമെണ്ണം പറയാണ്. അതായത് 250ഓളം മെയ്റ്റൈസിന്റെ പള്ളികൾ ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ്. എന്നാൽ ഒരു മെയ്റ്റൈസ് പോലും ആക്രമിക്കപ്പെട്ടിട്ടില്ല. ക്രൈസ്തവരായിട്ടുള്ള ഒരു മെയ്റ്റൈസ് പോലും ആക്രമിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ കുക്കീസ് ആക്രമിക്കപ്പെട്ടു, എന്നാൽ ക്രൈസ്തവ മെയ്റ്റീസ് ആർക്കും ആളഭയം സംഭവിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹം കിട്ടിയ ഗ്രൗണ്ട് റിപ്പോർട്ടുകളാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് അതായത് ഇത് വെൽ ടാർഗറ്റഡ് ആണ്. അതായത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവിടെ മെയ്റ്റേഴ്സിന്റെ ഇടയിൽ ചെറുതായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഏത് രീതിയിലും തടയിടും, അതല്ലെങ്കിൽ അത് തങ്ങളുടെ സ്വത്വം വീണ്ടെടുക്കും എന്നുള്ള തീവ്ര സംഘടനകളുടെ നിലപാടാണ് ഇവിടെ ഈ ആക്രമണത്തിലേക്ക് വന്നത്. ഇവര് ചർച്ചകളെല്ലാം ആദ്യം പള്ളിയിൽ വരുന്നു, പള്ളിയിൽ വന്ന് ചെറിയ നശിപ്പിക്കൽ പ്രവർത്തികൾ ചെയ്യുന്നു, പിന്നീട് വന്നിട്ട് അവിടുത്തെ രൂപങ്ങൾ നശിപ്പിക്കുന്നു, പിന്നീട് വന്നിട്ട് ബുൾഡോസറായിട്ടും ഗ്യാസ് സിലിണ്ടറുകളൊക്കെ ആയിട്ട് വന്നിട്ട് പിന്നെ ആ പള്ളി മൊത്തത്തിൽ തകർത്ത് കളയുന്നു. അതുപോലെ അവിടെയുള്ള അച്ഛന്മാരെയും സന്യാസികളുടെ കോൺവെന്റുകളിലൊക്കെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം ഭീഷണിപ്പെടുത്താണ്, നിങ്ങൾ ഇനി ഇവിടെ തിരിച്ചു വരാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല, നിങ്ങൾ ഈ സ്ഥലം ഞങ്ങളുടേതാണ്, ഇത് ഞങ്ങൾ ഏറ്റെടുത്തു, ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം. ലക്ഷ്യം വളരെ വ്യക്തമാണ്. കാരണം ഈ ഹൈക്കോർട്ട് ഓർഡറോ അല്ലെങ്കിൽ കുക്കീസിനോടുള്ള ഒരു അമർഷോ ഒന്നുമല്ല. ഈ ഇത്തരത്തിൽ നോക്കുമ്പോൾ ആ ഒരു സംഘർഷത്തിന്റെ മറവിൽ ഈ തീവ്ര സംഘടനകളുടെ നിഗൂഢ ലക്ഷ്യങ്ങൾ സാധിച്ചെടുത്ത് ഈ വിഭജനത്തിലൂടെ നേട്ടം കൊയ്യാൻ ചിലർ ശ്രമിച്ചു. വളരെ വ്യക്തമാണ്. ഇപ്പൊ അവിടെയുള്ള മേത്തേസിലുള്ള ക്രിസ്ത്യൻസിനോട് ഇപ്പൊ ഇവര് ഓൾറെഡി നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരിക, എന്തായാലും നിങ്ങൾക്ക് ഇനി ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്ക് ഇനി തിരിച്ചു പോക്കില്ല, നിങ്ങൾ ഇപ്പോ മേത്തേസിന്റെ സ്വത്വത്തിലേക്ക് തിരിച്ചു വരിക എന്നാണ് അവർ പറയുന്നത്. നമ്മൾ ഈ കലാപത്തിന്റെ മറ്റൊരു സ്വഭാവം പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാകുന്നത്, ഈ കലാപമൊക്കെ ഒരുവിധം കെട്ടടങ്ങിയിട്ട് പോലും ഒരു ശാന്തതയിലേക്ക് അല്ലെങ്കിൽ ഒരു സാധാരണ ജീവിതത്തിലേക്ക് ഇനി മടങ്ങി വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു വരാൻ, കാരണം അവരുടെ ഭാവന നശിപ്പിക്കപ്പെട്ടു. ചില ദേവാലയങ്ങൾ നമ്മൾ ബൈബിൾ കാണുന്ന പോലെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെയാണ്. ഇനി തിരിച്ചു വരാൻ പറ്റത്തില്ല, കാരണം അവരുടെ ഭവനങ്ങളില്ല, അവരുടെ സ്ഥലം നഷ്ടപ്പെട്ടു, അവരുടെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടു. ഇനി ജനങ്ങൾക്ക് യാതൊരു ഓപ്ഷനും ഇല്ല. അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുക, അല്ലെങ്കിൽ ഈ തീവ്ര സംഘടനകൾക്ക് അവരുടെ ഇംഗിതത്തിന് വഴങ്ങി അവരുടെ സ്വത്വത്തിലേക്ക് തിരിച്ചു വരിക. ഇത് തന്നെ ചുരാചന്ദ്പൂരിലും മറ്റ് ഗോത്രവിഭാഗങ്ങളുടെ മേഖലകളിലും സംഭവിച്ചിട്ടുണ്ട്. അനേകം മേറ്റേഴ്സ് അവര് അഭയാർത്ഥികളാകപ്പെട്ടു, അതുപോലെ അവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ ഇതെല്ലാം തകർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വിഭാഗങ്ങളിലും രണ്ട് ജനങ്ങൾക്കും ഒരുപാട് നഷ്ടങ്ങൾ വന്നു. കൂടുതൽ നഷ്ടം വന്നത് കുക്കീസിനാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ ആ വിദ്വേഷം അല്ലെങ്കിൽ അത് വെറുപ്പ് കയറിയെടുക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള മറ്റ് KLA പോലെയുള്ള മുൻപത്തെ അവിടുത്തെ കുക്കി ലിബറേഷൻ ആർമിയും അതുപോലെയുള്ള മറ്റു സംഘടനകൾ അവരിനി ആക്റ്റീവ് ആവാനുള്ള സാധ്യത കൂടിയാണ്. കാരണം അവർ മുമ്പ് സസ്പെൻഷൻ ഓഫ് ഓപ്പറേഷൻ എഗ്രിമെന്റിൽ സർക്കാരുമായിട്ട് ഒപ്പിട്ടിരുന്നതാണ്. പക്ഷെ സർക്കാർ തന്നെ കഴിഞ്ഞ മാസങ്ങളിൽ അത് പിൻവലിച്ചു. ഇപ്പോൾ സിറ്റുവേഷൻ അവരുടെ ഉള്ളിൽ വലിയൊരു വിദ്വേഷം അല്ലെങ്കിൽ ഗവൺമെന്റിനോടുള്ള ഒരു വലിയൊരു ഗവൺമെന്റ് വളരെ പാർഷ്യാലിറ്റി തങ്ങളോട് കാണിച്ചു എന്നുള്ള ചിന്തയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോ എനിക്ക് അതിനകത്ത് പാർഷ്യാലിറ്റിയുടെ ഒരു ഉദാഹരണമുണ്ട്. പ്രത്യേകിച്ച് കുക്കികളെ തീവ്രവാദികളായിട്ട് ഭീകരവാദികളായിട്ട് ഗവൺമെന്റ് തന്നെ മുദ്ര കുത്തുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ ഈ മറ്റേ അരബൈത്തങ്ങൾ പോലുള്ള ഈ തീവ്ര സംഘടനകളെ പറ്റി യാതൊരു പരാമർശവുമില്ല. അവർ ചെയ്തു കൂട്ടുന്ന നിഷ്ഠൂര കൃത്യങ്ങളെ കുറിച്ച് അപലപിക്കാനോ ഒന്നും പലപ്പോഴും അധികാരികൾ തയ്യാറാകുന്നില്ല എന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. പരാമർശിക്കുന്നില്ല. ഇവിടെ ജോർജ് പറഞ്ഞ ഈ ഒരു കാര്യം വളരെ ശരിയാണ്. കാരണം വെച്ചാല് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സന്ദർശനത്തിന് തൊട്ടു മുമ്പ് 40ഓളം
കുക്കികളെ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ അവർ വെടിവെച്ചു കൊന്നു. വെടിവെച്ചു കൊന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരിക്കലും ഒരൊറ്റ ഇതേക്കാൻ പോലും അവിടെ വരുന്നില്ല അവിടെ. വരുന്നില്ല. ഈ മേറ്റേഴ്സിന്റെ അറബ് തെങ്കൾ പോലെയുള്ള സംഘടനകൾ അവരിപ്പോ കഴിഞ്ഞ മെയ് 27-ന് അത് സംഘടന പിരിച്ചുവിട്ടു. പക്ഷെ ആ സംഘടന അവർ ഉദ്ദേശിച്ച ലക്ഷ്യം പൂർത്തിയാക്കിയതിന് ശേഷമാണ് അതിനുള്ളൊരു സാഹചര്യമാണ് ഇപ്പൊ ഈ ദിവസങ്ങളിൽ മണിപ്പൂരിൽ സംഭവിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഇംഫാൽ താഴ്വരയിൽ ഇനി ദേവാലയങ്ങൾ ഉണ്ടോ എന്ന് വളരെയധികം സംശയമാണ് അല്ലെ. കത്തീഡ്രൽ ദേവാലയം ഉണ്ട്, മറ്റു ഒട്ടനവധി ദേവാലയങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. ദേവാലയങ്ങളൊക്കെ അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാഗന്മാരുടെ ഒരു ഏരിയയും തൊട്ടിട്ടില്ല. നാഗന്മാർ ക്രിസ്ത്യൻസ് ആണ്, പക്ഷെ നാഗന്മാരെ തൊട്ട് കഴിഞ്ഞാൽ അവിടെ കത്തും എന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ നാഗന്മാര് കുക്കികളെക്കാളും കൂടുതൽ തീവ്ര സ്വഭാവമുള്ള ചില സംഘടനകൾ അവരുടെ ഇടയിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഏരിയയിൽ സ്പർശിക്കാതെ, നാഗ ഗ്രൂപ്പിനെ സ്പർശിക്കാതെ കുക്കീസിനെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കും. മേത്തീസിന്റെ ഉള്ളിലെ എല്ലാ ക്രിസ്ത്യൻ പള്ളികളും തകർത്ത് അവരെ ക്രിസ്തു വിശ്വാസത്തിന് തിരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ള. അങ്ങനെ ഇപ്രാവശ്യം ഇതുവരെ നമ്മൾ മണിപ്പൂരിന്റെ ചരിത്രത്തിൽ കേൾക്കാത്ത രീതിയിലുള്ള ഒരു മതപരമായ എലമെന്റ് സംഘർഷങ്ങളിൽ കൊണ്ടുവരാൻ അവരത് വിജയിച്ചു. ഇവിടെ ശരിക്കും നമുക്ക് പറയാവുന്ന കാര്യം, സംസ്ഥാനത്തെ പോലീസ് സംവിധാനങ്ങൾ ഇംഫാൽ താഴ്വരയിൽ പൂർണ്ണമായിട്ടും ഈ മേത്തേസിനെ അവരുടെ കൂടെ തന്നെ പല കമാൻഡോകളും ആക്രമണങ്ങൾക്ക് ഇറങ്ങിയെന്നുള്ള വാർത്തകളൊക്കെ നാം കേൾക്കുകയുണ്ടായി. അതുപോലെ തന്നെ നേരത്തെ മുമ്പ് സൂചിപ്പിച്ചിരുന്നല്ലോ, അതായത് അവിടുത്തെ ആയുധശാലയിൽ നിന്ന് പോലീസ് സർക്കാർ സേനയുടെ ആയുധശാലയിൽ നിന്ന് ആയുധങ്ങൾ മോഷ്ടിച്ച് ഏകദേശം 2000-ഓളം ആയുധങ്ങളാണ് ആദ്യ ദിവസങ്ങളിൽ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് കുക്കീസ് ആരോപിക്കുന്നത് ഇത് ഗവൺമെന്റ് തന്നെ അല്ലെങ്കിൽ പോലീസ് സംവിധാനങ്ങൾ തന്നെ ഇവർക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയായിരുന്നു, അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. അവിടുത്തെ BJP ഗവൺമെന്റ് ഈ ആയുധങ്ങൾ തിരിച്ചു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ റിക്വസ്റ്റ് കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതുവരെ 10% പോലും തിരിച്ചു വന്നിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരിക്കും മണിപ്പൂരിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ശരിക്കും ഇരു ഗോത്രങ്ങളും തമ്മിൽ ഒരു അടുക്കാനാവാത്ത വിധം അകന്നു കഴിഞ്ഞു. ഉണങ്ങാനാവാത്ത മുറിവുകൾ ഇരു കൂട്ടരുടെയും മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ടു. ഇനി കടുത്തൊരു വിഭജനമാണ് ശരിക്കും മണിപ്പൂരിൽ നിലനിൽക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ അധികാര സ്ഥാനങ്ങളിൽ ഉള്ളവരുടെ ഒരു നിസ്സംഗത ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ആരോപണം പലപ്പോഴും ശക്തമാണ്. പ്രത്യേകിച്ച് ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ തന്നെയും ഒരു പ്രത്യേകിച്ച് പ്രധാനമന്ത്രിക്കെതിരെ ഉയരുന്ന ഒരു ആരോപണമുണ്ട്. പല വിഷയങ്ങളെ കുറിച്ചും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്യാറുണ്ട്, പല പ്രതിസന്ധികളെ കുറിച്ചും, ലോകത്ത് നടക്കുന്ന പല പ്രതിസന്ധികളെ കുറിച്ചും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ മണിപ്പൂർ വിഷയത്തിൽ കാര്യമായിട്ടുള്ള ഒരു പ്രതികരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന തരത്തിലുള്ള ഒരു ആരോപണം വളരെയധികം ശക്തമാണ്. ഒപ്പം തന്നെ ഈ ആഭ്യന്തരമന്ത്രി മണിപ്പൂർ സന്ദർശിച്ചു. പക്ഷേ അതൊരു സന്ദർശനം നടന്നത് ഈ മെയ് മാസം ലാസ്റ്റ് വീക്കിലാണ് ആ ഒരു സന്ദർശനം നടന്നത്. അപ്പൊ അത്തരത്തിൽ ഈ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ മണിപ്പൂർ വിഷയത്തിൽ ഒരു നിസ്സംഗത വന്നു എന്നൊരു ആരോപണം ശക്തമാണ് അല്ലെ. നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, അധികാരികൾ ഇടപെട്ടു. എപ്പോഴാണ് അവർ ഇടപെട്ടത്? എല്ലാ കാര്യങ്ങളും എല്ലാം വളരെ ഭംഗിയായി നടന്നതിന് ശേഷം, ചില ഗൂഢ അജണ്ടകളുണ്ടായിരുന്നു, വളരെ ഭംഗിയായി നടത്തിയതിനു ശേഷമാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടലുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം, ആസാം റൈഫിൾസ് പോലെയുള്ള നമ്മുടെ പാരാമിലിറ്ററി വിഭാഗങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, ഇതെല്ലാം ശരിക്കും ആ പ്രതിസന്ധി ഘട്ടത്തിൽ ജനത്തിന് വേണ്ടത് എന്താണോ അത് നൽകാൻ അവർ ശരിക്കും കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ അവസ്ഥ 1 ദിവസമോ 2 ദിവസം കൂടി തുടർന്നിരുന്നെങ്കിൽ ഒരു കുക്കി പോലും അവിടെ അവശേഷിക്കില്ലായിരുന്നു. തിരിച്ച് ചുരാചന്ദ്പൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ മേറ്റേഴ്സും അതുപോലെ തന്നെ ആക്രമിക്കപ്പെടാം എന്ന ഒരു സാധ്യത ഉണ്ടായിരുന്നു. സൈന്യത്തിന്റെ ഇടപെടൽ എടുത്തു പറയേണ്ട ഒരു അതെ, അവര് അവിടെ റെഫ്യൂജി ക്യാമ്പുകളും ആ റെഫ്യൂജി ക്യാമ്പുകളിലേക്ക് ഈ ജനങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞതും പിന്നെ എയർലിഫ്റ്റ് ചെയ്യുന്ന പോലെയുള്ള പല കാര്യങ്ങളും സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ആ സൈന്യത്തിന്റെ ഒരു സംരക്ഷണ മേഖലയിൽ മാത്രമാണ് ഈ ജനം സുരക്ഷിതമായിരുന്നത്. മറ്റു മേഖലകളിലെല്ലാം ഇവരെല്ലാവരും ഇരുവിഭാഗങ്ങളിലുള്ളവരും ആക്രമിക്കപ്പെടുകയുണ്ടായി. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ ഈ സൈനിക സഹായം മണിപ്പൂരിൽ എത്തിക്കുവാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു. ആ കാര്യത്തിൽ നമുക്കൊരു വീഴ്ച പിറ്റേ ദിവസം തന്നെ, അതായത് 3-ാം തീയതിയാണ് കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. പിറ്റേ ദിവസം തന്നെ, തൊട്ടടുത്ത ദിവസം തന്നെ സൈന്യം അവിടെ എത്തുന്നുണ്ട്. പക്ഷെ വേണ്ടത്ര രീതിയിലുള്ള ശക്തമായ ഒരു പ്രതികരണം ഉണ്ടായില്ല എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതിൽ നമുക്ക് പല രീതിയിലുള്ള, ഇപ്പൊ കുക്കീസ് ആണെങ്കിൽ തന്നെ ആരോപിക്കുന്നുണ്ട് അല്ലെ, അധികാര സ്ഥാനത്തിൽ ഉള്ളവരുടെ ഒരു പ്രതികരണം വളരെ ഒരു തണുപ്പ് മട്ടിലുള്ള പ്രതികരണമായിരുന്നു. സർക്കാർ സംവിധാനങ്ങൾ മേറ്റേഴ്സിനൊപ്പമായിരുന്നു, അല്ലെങ്കിൽ മേറ്റേഴ്സ് തീവ്രവാദികളുടെ ഒപ്പമായിരുന്നു എന്നുള്ള ഒരു ആരോപണം അവിടെ നിലനിൽക്കാണ്. അതൊരു ആരോപണം മാത്രമല്ല, അതൊരു സത്യമാണ്, നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സത്യമാണ്. എന്നാൽ ആസാം റൈഫിൾസിനെതിരെയൊക്കെ ഒരുപക്ഷെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് മേറ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന്. കാരണം ആസാം റൈഫിൾസ് വേണമെങ്കിൽ അവരുടെ ചില പ്രവർത്തനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ ആസാം റൈഫിൾസിന്റെ അതായത് പാരാമിലിറ്ററി ഫോഴ്സിന്റെ ആക്രമണത്തിൽ ചുരാചന്ദ്പൂരിലെ കുക്കീസ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. കാരണം അവര് മേറ്റേഴ്സിന്റെ റെഫ്യൂജീസിനെ കൊണ്ടുപോകുന്നത്, അതായത് അവരെ അടുത്ത ഒരു ലൊക്കേഷനിലേക്ക് മാറ്റുന്നത് തടയാനായിട്ട് ഈ കുക്കീസ് അണിനിരന്നപ്പോൾ ഇവർ ഒരിക്കലും സ്ത്രീകളെയാണ് മുൻപിൽ നിർത്തിയത്. അപ്പോൾ ഇവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല തിരിച്ച് വെടിവെപ്പ് ഉണ്ടാകും എന്നുള്ളത്. പക്ഷെ സൈന്യം, മിലിറ്ററി അത്
ആക്രമണം ഉണ്ടായി. ഏകദേശം നാലോളം കുക്കീസ് അങ്ങനെ അവിടെ വെച്ച് കൊല്ലപ്പെടുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡിന്റെ സമാപനത്തിലേക്ക് വരുമ്പോൾ മണിപ്പൂർ ഇപ്പോഴും ശാന്തമല്ല. സംഘർഷാവസ്ഥ പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ മെയ് ലാസ്റ്റ് വീക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മണിപ്പൂർ സന്ദർശിച്ചു. ചില പ്രഖ്യാപനങ്ങളൊക്കെ നടന്നു. ജുഡീഷ്യൽ എൻക്വയറിക്ക് ഉത്തരവിട്ടു. പക്ഷേ നേരത്തെ ഈ ചർച്ചയിൽ നാം സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുടെ ഇടയിൽ രൂപപ്പെട്ട ആ ഒരു വിഭജനം അത് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും എന്നതിനെ പറ്റിയാണ് ഭരണാധികാരികൾ ചിന്തിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു അവലോകനം നടത്തി, സംഘർഷവുമായി ബന്ധപ്പെട്ടൊരു അവലോകനം നടത്തി. പക്ഷേ അതിന്റെ ഒരു കൺക്ലൂഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെ നമുക്ക് ഇനി ഒരു പ്രശ്നം, മണിപ്പൂരിലെ ഒരു പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ സാധിക്കും, അതിനുള്ള ഒരു പരിഹാര മാർഗങ്ങൾ കൂടി വളരെ ചെറുതായി തന്നെ നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലെ? ഇപ്പോൾ CBIയുടെ അന്വേഷണ പരിധിയിൽ വരുന്നത് പ്രത്യേകിച്ച് പല കേസുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിമിനൽ കേസുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗൂഢാലോചന, ആ ഭാഗം 6ഓളം ഗൂഢാലോചന കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെ മെയിനായിട്ടുള്ളത് ഒന്ന്, ഈ സംഘർഷത്തിൽ എങ്ങനെ കുക്കി വിഭാഗത്തിന്റെ ഇടയിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് കടന്നിട്ടുള്ള മ്യാൻമാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള വ്യക്തികളുടെ ഇൻവോൾവ്മെന്റ് അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. അവരാണോ ഇത് ഇത്രത്തോളം തീവ്രമാക്കിയത് എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. അതുപോലെ ഇനി പരിശോധിക്കേണ്ട ഒരു വിഷയം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഒരു കാര്യം തന്നെയാണ്. അതായത് അരമ്പൈ തെങ്കോൾ, അവർക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള റോൾ എന്തായിരുന്നു? ആ സംഘടനയുടെ പേര് പോലും മുഖ്യമന്ത്രി പറയാനായിട്ട് മടിക്കുകയാണ്. പലപ്പോഴും കുക്കി മിലിറ്റൻസിന്റെ കാര്യങ്ങൾ പറയാനായിട്ട് പലപ്പോഴും 100 നാവുള്ളപ്പോൾ ഈ അരമ്പൈ തെങ്കോൾ പോലെയുള്ള അവിടുത്തെ സർക്കാരിന്റെ സപ്പോർട്ടോടു കൂടി പ്രവർത്തിച്ച ആ സംഘടനയുടെ പ്രവർത്തനം, അതുപോലെ തന്നെ അവിടെ എങ്ങനെ ഈ ആൾക്കൂട്ടത്തെ, അതായത് ഇംഫാൽ താഴ്വരയിലുള്ള ജനങ്ങളെ ഇത്രത്തോളം പ്രൊവോക്കിംഗ് ആക്കാൻ വേണ്ടി ചെയ്ത ആ പ്രവർത്തി, നേരത്തെ സൂചിപ്പിച്ച വ്യാജ പ്രചരണങ്ങൾ. ഇവിടെ ജോർജ് മനസ്സിലാക്കണം മറ്റൊരു കാര്യം ഇതാണ്, ഈ ഒരു സംഘർഷത്തോടു കൂടി ശരിക്ക് അവിടെയുള്ള ജനങ്ങൾക്ക്, അത് ഏത് ഭാഗപ്പെട്ട ജനങ്ങൾക്കാണെങ്കിലും ഗവൺമെന്റിലുള്ള അധികാരികളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചു. അവരുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു. അവരുടെ പള്ളികളിലെല്ലാം അവർ തകർക്കപ്പെട്ടു. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലുണ്ട്. അപ്പോൾ അവർ ഒരു ആഴത്തിൽ അവർ വല്ലാതെ വേദനിക്കുന്ന മുറിവേറ്റ അവസ്ഥയിലുള്ളത്. അപ്പോൾ നമ്മൾ പ്രഥമമായിട്ട് ചെയ്യേണ്ടത് അവരെ വിശ്വാസത്തിലേക്ക് നമ്മൾ തിരികെ കൊണ്ടുവരണം, അല്ലെങ്കിൽ പരസ്പര വിശ്വാസത്തിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സുരക്ഷിതത്വം, അവരുടെ ജീവിതം ഗവൺമെന്റിന് വളരെ പ്രധാനപ്പെട്ടതാണെന്ന്, അല്ലെങ്കിൽ അവരോടൊപ്പം ഗവൺമെന്റ് ഉണ്ടെന്നുള്ള ആ ഒരു വലിയ ബോധത്തിലേക്ക് വരെ കൊണ്ടുവരാൻ സാധിക്കണം. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഗവൺമെന്റ് അവിടെ ഉള്ളിടത്തോളം കാലം ആ ഒരു വിശ്വാസത്തിലേക്ക് കുക്കീസിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധ്യത അല്ലാന്ന് തോന്നും. കാരണം ഗവൺമെന്റിന്റെ പൂർണ്ണമായ ഒത്താശ തങ്ങൾക്കെതിരെ വന്ന ആക്രമണങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് അവരിപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ഭരണകൂടം മാറാതെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവിടുത്തെ മുഖ്യമന്ത്രിയെങ്കിലും മാറാതെ, അവിടുത്തെ കുക്കീസിന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു സമാധാനത്തിന്റെ ഒരു നാമ്പ് പോലും ഉദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ അവിടുത്തെ ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു, ഏതാനും അമ്പലങ്ങൾ തകർക്കപ്പെട്ടു എന്നായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ സർക്കാർ സംവിധാനങ്ങൾക്ക് ഈ കാര്യത്തിൽ കൃത്യമായ ഒരു ഉദ്ദേശശുദ്ധിയും കൂടി ഉണ്ടെങ്കിൽ ഈ തകർക്കപ്പെട്ട ദേവാലയങ്ങൾ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ മറ്റു ദേവാലയങ്ങളായിക്കോട്ടെ, അവ പുനർനിർമ്മിക്കാനും അവയ്ക്ക് സംരക്ഷണം കൊടുക്കാനും ആ ദേവാലയത്തോട്, ചർച്ചിനോടൊക്കെ ചേർന്ന് നിന്ന ജനങ്ങളെ അതിലോട്ടേക്ക്, അവർക്ക് സുരക്ഷിതത്തോടു കൂടി അവിടേക്ക് വരാനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം ഇത് പക്ഷപാതരഹിതമായിട്ടുള്ള ഒരു. ഒപ്പം തന്നെ ഈ ആയിരക്കണക്കിന് ജനങ്ങളാണ് അഭയാർത്ഥികളായ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അഭയാർത്ഥി ക്യാമ്പുകളിലൊക്കെ കഴിയുന്നത്. ഇവരുടെ കൃത്യമായിട്ടുള്ള ഒരു പുനരധിവാസം കൂടി ഗവൺമെന്റ് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അവരിനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരുടെ ഭവനങ്ങൾ ഇല്ല, അവരുടെ ആരാധനാലയങ്ങളില്ല, അവരുടെ ബിസിനസ് സംരംഭങ്ങളില്ല, എല്ലാം തീവെപ്പിലും മറ്റ് അക്രമ സംഭവങ്ങളിലും നശിപ്പിക്കപ്പെട്ടു. അവർക്ക് ജീവിതമില്ല. അപ്പോൾ മണിപ്പൂർ സംസ്ഥാനത്തേക്ക് അവർ തിരിച്ചു വരുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പുനരധിവാസ പാക്കേജ്, അവരുടെ ഭവനം പുനർനിർമ്മിക്കുവാനുള്ള ഒരു ദുരിതാശ്വാസ പാക്കേജ് ഒക്കെ കൃത്യമായിട്ട് തന്നെ ഗവൺമെന്റ് നടപ്പാക്കിയെങ്കിൽ മാത്രമാണ് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം നമുക്ക് കാണാൻ സാധിക്കും. കുക്കി BJP MLA അടക്കം പറഞ്ഞ ചില വാക്കുകൾ ശ്രദ്ധേയമാണ്. അവർ ഗവൺമെന്റിനോട് പറയുന്നത് ഇതാണ്: ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാമെന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഈ ഒരു ഭരണത്തിന് കീഴിൽ, അതായത് ബിരൻ സിംഗിന്റെ മേത്തീസിന്റെ ഭൂരിപക്ഷമുള്ള ഒരു ഭരണത്തിന് കീഴിൽ ഞങ്ങൾക്ക് ഇനി ഇവിടെ ഈ നാട്ടിൽ ജീവിക്കുന്നത് ഞങ്ങൾക്ക് മരിക്കുന്നതും തുല്യമാണ്. ഒന്നുകിൽ ഞങ്ങളെ വെറുതെ വിടുക, ഞങ്ങളെ സെപ്പറേറ്റ് ചെയ്യുക. ഇപ്പോ ജനം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി സെപ്പറേറ്റ് സംസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ട്. ഒരു സെപ്പറേറ്റ് സംസ്ഥാനം, അതല്ലെങ്കിൽ അവർക്കൊരു സ്വയംഭരണ പ്രദേശം, അതല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അവരൊരു കേന്ദ്ര ഭരണം, ഇത്രയെങ്കിലും കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. ഇതില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് യാതൊരു വിധത്തിലും യാതൊരു പ്രത്യാശയും ഇല്ല. പ്രത്യേകിച്ച് ഈ പറയുന്നത് BJP MLA-മാരാന്ന് ഓർക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ എല്ലാ വിഭാഗങ്ങളെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് എല്ലാവർക്കും വളരെ വിശ്വസനീയമായ തൃപ്തികരമായ നടപടികൾ ഗവൺമെന്റ് എടുക്കാതെ മണിപ്പൂരിലെ സമാധാനം നമുക്കൊരു വളരെ വിദൂര സ്വപ്നമായി തന്നെ. എനിക്ക് തോന്നുന്നു ഈ BJP-യെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂര് മാത്രമല്ല, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളെല്ലാം BJP-യുടെ ഭരണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാം ഭൂരിപക്ഷം ക്രിസ്ത്യൻ മതവിഭാഗമാണ്. തുടക്കം മുതലേ ഇത് ക്രിസ്ത്യൻ വിഭാഗത്തെ ബാധിക്കുന്ന ഒരു
കലാപമല്ല എന്ന് വരുത്തുന്ന രീതിയിൽ പല അത് മീഡിയ ശരിയാണ്, വിങ്ങുകളും അത് പ്രവർത്തിച്ചിരുന്നു. ശരിയാണ്. അപ്പോൾ ഇനി അത് ആ രീതിയിലേക്ക് എങ്ങാനും അത് ടേൺ ചെയ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ BJP-യുടെ ഭരണം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻസിനെ വേദനിപ്പിക്കുന്ന മറ്റു നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇത്ര നാൾ ചെയ്ത കാര്യങ്ങൾ അതെന്തായിരുന്നു എന്നുള്ളതിനും കൂടി അവർ വിശദീകരിക്കേണ്ടി വരും. അതിന്റെ മുറിവ് ഉറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എന്താണ് സ്വീകരിക്കുന്നത്, കേന്ദ്രം എന്താണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് മറ്റു സംസ്ഥാനങ്ങളിലെ ക്രിസ്തീയ വിഭാഗങ്ങൾ, ക്രിസ്ത്യൻ സംഘടനകൾ എല്ലാവരും, സഭ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ തീവ്ര സംഘടനകളെ തള്ളി പറയാനും ഈ BJP കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകളും തയ്യാറാകണം. എങ്കിൽ മാത്രമേ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് മൈനോറിറ്റീസിന്റെ ഇടയിൽ, ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഇടയിൽ ഒരു വിശ്വാസം അധികാര ശ്രേണിയിലുള്ളവരോട് വരികയുള്ളൂ. പ്രത്യേകിച്ച് ഈ നേരത്തെ പറഞ്ഞ ഈ മേധി വിഭാഗത്തിനിടയിലുള്ള തീവ്ര സംഘടനകൾ, അവരാണല്ലോ പ്രധാനമായും ഇത്തരത്തിലുള്ള ഒരു ഗൂഢ അജണ്ട ലക്ഷ്യമാക്കി ഈ കലാപത്തിന് വഴിമരുന്നിട്ടത്. അതുകൊണ്ട് അത്തരം സംഘടനകളെ തള്ളിപ്പറയാനും അവരെ ഒരു പരിധിവരെ നമുക്ക് വേണമെങ്കിൽ ഒരു നിരോധനത്തിലേക്കൊക്കെ, കാരണം ഇത്രയും ആൾക്കാരുടെ ഒരു കൂട്ടക്കൊലയ്ക്കും തീവെപ്പിനും അക്രമ സംഭവങ്ങൾക്കും ഒരു പരിധിവരെ അവർ കാരണക്കാരായിട്ടുണ്ട്. അപ്പൊ അവരെ നിരോധിക്കുക, അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കുക, ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാനുള്ള ശാശ്വതമായ പരിഹാര മാർഗങ്ങൾ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേ മതിയാകും. ഇപ്പോൾ ജോർജ് പറഞ്ഞ പോലെ ശരിയാണ്. വളരെ ഫലപ്രദമായ തീരുമാനങ്ങൾ, ആക്ഷൻസ് ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരിക്കലും ജനങ്ങൾക്ക് ഒരു സമാനമായ സംഭവം ഈ സാധിക്കില്ല. പല ഏരിയസിലും വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. സാധ്യത കാരണം നോർത്ത് ഈസ്റ്റ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. അവിടെ പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ, ജോഗ്രഫിക്കലി, ഡെമോഗ്രഫിക്കലി നോക്കുകയാണെങ്കിൽ പല സംസ്ഥാനങ്ങളിലും ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അല്ല, ജോർജ് പറഞ്ഞതിന് മറ്റൊരു പ്രധാനമുണ്ട്. കാരണം വെച്ചാൽ പരമ്പരാഗതമായി ആക്രമണങ്ങളിൽ അല്ലെങ്കിൽ കൊലപാതകങ്ങളിൽ പരസ്പരം പ്രതികാരം ചെയ്യുന്നതിൽ ഒക്കെ ശ്രദ്ധ വരുത്തിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അത്ര സ്വഭാവമുള്ള ഒരു ജനവിഭാഗം അവർ കാലങ്ങൾ കൊണ്ട് മറ്റു പല മതവിശ്വാസങ്ങളിലും കടന്നു വന്നപ്പോൾ അവർ അവരുടെ സ്വഭാവത്തിൽ നിന്ന് മാറി ശാന്തതയുള്ള, സമാധാനമുള്ള ഒരു ജീവിതം നയിച്ചിരുന്നു. എന്നാൽ വീണ്ടും വളരെ ദൗർഭാഗ്യവശാൽ അവരെ ആ പഴയ സ്വഭാവത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള സമാനമായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് വീണ്ടും അവിടെ ഇപ്പോൾ രൂപം കൊണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കണക്കുകളനുസരിച്ച്, ഗവൺമെന്റ് കണക്കനുസരിച്ച് ഏകദേശം 98 പേരാണ് കലാപത്തിൽ മരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഏകദേശം 50,000-ന് താഴെ പേർ രണ്ട് വിഭാഗങ്ങളിലായിട്ട്, ഇരു വിഭാഗങ്ങളിലായിട്ട് റെഫ്യൂജീസായി മാറി കഴിഞ്ഞിട്ടുണ്ട്. ചിലർ സ്റ്റേറ്റിന് പുറത്താണ്, ചിലർ അവിടെ തന്നെയുള്ള മറ്റ് സ്ഥലങ്ങളിൽ ചിതറിക്കപ്പെട്ട് അവരുടെ ഏരിയകളിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ, നാം നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ CBIയുടെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു. അതുപോലെ ജുഡീഷ്യൽ അന്വേഷണത്തിന് അജയ് ലാംബ, മുൻ ചീഫ് ജസ്റ്റിസ് ആണ് ഗുവാഹത്തി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടക്കുന്നു. ഈ ആക്രമണത്തിലേക്ക് വഴിതെളിച്ച കാരണങ്ങൾ പുറത്തേക്ക് വരും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. നമുക്ക് ഇന്ത്യയുടെ നമ്മുടെ ഭരണ സംവിധാനങ്ങളെയും നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളെയെല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ ഇപ്പോൾ ഈ സമയം കാണാമെന്ന് വിചാരിക്കും. മണിപ്പൂരിലുണ്ടായ സംഘർഷം അത് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷം മാത്രമായിരുന്നില്ല എന്നൊരു കൺക്ലൂഷനാണ് ഷെക്കേന് എന്താണ് വാസ്തവം ഈ ഒരു സെഗ്മെന്റ് പ്രേക്ഷകർക്ക് നൽകുന്നത്. തീർച്ചയായും ഭാരതത്തിന്റെ മതേതരത്വ സങ്കല്പങ്ങൾക്കേറ്റ ഒരു തിരിച്ചടി തന്നെയാണ് മണിപ്പൂർ സംഘർഷം. അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ആർജവം, ഇച്ഛാശക്തി ഭരണകൂടം കാണിക്കണം. അത് കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ, സംസ്ഥാന സർക്കാർ ആയിക്കോട്ടെ. മണിപ്പൂർ ഇപ്പോഴും അശാന്തമാണ്. സംഘർഷങ്ങൾ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നു. മണിപ്പൂരിൽ സമാധാനം പുലരുവാൻ, ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന് അയവ് വരുവാൻ, അവിടെ സമാധാനവും ശാന്തിയും സ്നേഹവും ഐക്യവും പുലരാൻ മണിപ്പൂരിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രേ ഫോർ മണിപ്പൂർ.